نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا وبذي القربى واليتامى والمساكين والجار ذي القربى والجار الجنب والصاحب بالجنب وابن السبيل وما ملكت أيمانكم إن الله لا يحب من كان مختالا فخورا صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين أزكى الصلاة مع السلام المنتشر ما لاح نجم والدياجي تعتكر تترى على خير البنين من مضرر من بين رسل الله واسيط الدرر بحر العطايا المصطفى العالي القدر أهل الشفاعة خير من جاء بالزبر ركن الهدى وابل الندى وهو البدر بتمامه ولنوره استحيا القمر يا رب صل على النبي محمد اللهم صل وسلم وبارك عليه സർവാദരണീയരായ സയ്യിദുമാരെ ഉസ്താദുമാരെ മഹല്ല് ജമാഅത്ത് നേതാക്കളെ മുതഅല്ലിമുകളെ മാന്യ സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ ഈ പ്രദേശത്ത് നടത്തപ്പെടുന്ന ഉറൂസ് മുബാറക്കിന്റെ അഞ്ചാം ദിവസത്തിലാണ് നാം ഉള്ളത്. നാലാം ദിവസത്തിൽ നാളെ നമ്മുടെ ഉറൂസിന്റെ സമാപനവുമാണ്. വിസ്മരിക്കപ്പെടുന്ന ബാധ്യതകളിൽ നിന്ന് വളരെ പ്രസക്തമായ ഒരു വിഷയത്തെ അധികരിച്ച് ബാക്കിയുള്ള സമയം നമുക്ക് സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മഹത്തായ സംഗമം അവൻ സ്വീകരിക്കുന്ന സുഹൃതങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യൻ എന്ന അർത്ഥത്തിൽ
മനുഷ്യരോട് ഒരുപാട് ബാധ്യതകൾ ഉള്ള ഒരു സൃഷ്ടിയാണ് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ജീവിയായ മനുഷ്യനോട് ഒരുപാട് ബാധ്യതകളുണ്ട്. മനുഷ്യേതര ജീവികളോടും കടപ്പാടുകളുണ്ട്. മനുഷ്യർക്കിടയിൽ തന്നെ വ്യത്യസ്ത വിഭാഗങ്ങളെ വേർതിരിച്ച് ആ ബാധ്യതകളെ പരിശുദ്ധ ഖുർആൻ വിവിധ സ്ഥലങ്ങളിലായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്തിനാണ് നമുക്കുള്ള ബാധ്യതകൾ നാം നിർവഹിക്കുന്നത്? മനുഷ്യരിൽ ഏറ്റവും നല്ലവർ, സജ്ജനങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നവർ ബാധ്യതകൾ പൂർത്തീകരിക്കുന്ന ആളുകളെ പറ്റി പൊതുവെ സ്വാലിഹീങ്ങളിൽപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. സ്വാലിഹീങ്ങളിൽ ഒരാൾ ഉൾപ്പെടണമെങ്കിൽ രണ്ട് തരം ബാധ്യതകൾ അയാൾ നിർവഹിക്കണം. ഒന്ന് അള്ളാഹുവിനോടുള്ള കടപ്പാട്. അത് എന്റെ വക ഒരു പുതിയ നിർവചനം മുസ്ലിയാർ പരിപാടി പഠിപ്പിച്ചുണ്ടാക്കി എന്ന് പറയണ്ട. ബഹുമാനപ്പെട്ട അല്ലാമ ഇമാമുൻ നവവി റളിയല്ലാഹു തആല അൻഹു ആരാണ് സ്വാലിഹ് എന്ന് വിശദീകരിച്ചപ്പോൾ നല്ല മനുഷ്യൻ ആണ് പെണ്ണ്, സ്വാലിഹായ മുസ്ലിം, സ്വാലിഹത്തായ മുസ്ലിമത്തായ പെണ്ണ് ആണ് ഇവരാരാണ് വിശദീകരിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, അള്ളാഹുവിന്റെ ബാധ്യത വീട്ടണം. ആദ്യമായി അള്ളാഹുവിനോടുള്ള കടപ്പാടുകളിൽ വീഴ്ച വരുത്തിയാൽ സ്വാലിഹാകാൻ കഴിയില്ല. അള്ളാഹുവിനോടുള്ള ബാധ്യതകളിൽ നിർബന്ധമായ ബാധ്യതകൾ ഒട്ടേറെയുണ്ട്. അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് നിസ്കാരം. എല്ലാവർക്കും അറിയാം. അതേതെങ്കിലും പെരടിയിൽ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അത് വീട്ടണം. അതിനാണ് അല്ലാഹു തആല ആയുസ് നീട്ടി തരുന്നത്. അല്ല നമ്മളെ കൊണ്ട് ഭൂമിയിൽ കാര്യമൊന്നുമില്ല. എനിക്ക് സമയം കിട്ടിയില്ല എന്നൊരു പറച്ചിൽ പറയരുത്. ഇവിടെ പറയില്ല അങ്ങനെ. പലതിനും നമ്മളോട് ചോദിക്കുമ്പോ നമ്മുടെ ഒരു ഉത്തരമാണ് എനിക്ക് നേരം കിട്ടിയില്ല, സമയം കിട്ടിയില്ല. അപ്പൊ അള്ളാഹുവിന്റെ ഒരു ചോദ്യമുണ്ട്, അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. ഉണർന്നവർ ഉണർന്ന അത്രയും പ്രായം നാം തന്നില്ലയോ? ചിന്തിക്കുന്നവർ ചിന്തിച്ച് മനസ്സിലാക്കി ഉണർന്ന അത്രയും വയസ്സ് നിനക്ക് നാം തന്നില്ലയോ? അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ. പ്രായത്തെ സംബന്ധിച്ച് ഒന്ന് ആലോചിക്കൂ. ആരോഗ്യം അല്ലാഹു എത്ര നമുക്ക് നൽകി, ഒന്നും നമ്മോട് ചോദിക്കാതെ. അല്ലാഹു തആല വയസ്സ് എത്ര നൽകി, എത്ര സമയങ്ങൾ വെച്ചു തന്നു, ഒഴിവും കഴിവും എത്ര തന്നു. നമ്മേക്കാൾ സമയം ചുരുങ്ങിയ ആളുകളെ മുന്നോട്ട് വന്ന് നിർത്തിയിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയും, ഇത്രയും സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ തന്നിട്ട് നിനക്ക് സൗകര്യം കിട്ടിയില്ല എന്നാണോ പറയുന്നത്? സമ്പത്തിന്റെ പേരിലാണോ നീ തിരക്ക് പറയുന്നത് എങ്കിൽ ഇഷ്ടം പോലെ സമ്പത്ത് അല്ലാഹു നൽകിയ മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിനെ നമ്മുടെ മുന്നിൽ അല്ലാഹു തആല പ്രദർശിപ്പിക്കും ആഖിറത്തിൽ. കണ്ടോ, സുലൈമാൻ നബി അലൈഹിസ്സലാം, അവർക്ക് നാം എത്ര സമ്പത്താണ് കൊടുത്തത് എന്ന് നിനക്കറിയുമോ? സുലൈമാൻ നബി അലൈഹിസ്സലാമിന് നാം കൊടുത്ത സമ്പത്തിന്റെ ഒരു ചെറിയ അംശം പോലും നിനക്ക് നാം തന്നിട്ടില്ല. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ഇഷ്ടം പോലെ സമ്പത്ത് നാം നൽകിയിട്ടും സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരൊറ്റ വഖത്ത് പോലും എനിക്കുള്ള നന്ദി മറന്നിട്ടില്ല. ഇത്രയും സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന സംവിധാനങ്ങൾ നാം നൽകിയിട്ടുണ്ട്. നിനക്ക് ഭൂമിയുടെ അടിയിലൂടെ പോകുന്ന 4 ചക്രമോ 2 ചക്രമോ ഉള്ള വാഹനമല്ലേ തന്നത്?
ഈ കാണുന്ന സുലൈമാൻ നബി അലൈഹിസ്സലാമിന് നാം കാറ്റല്ലേ വാഹനമായി കൊടുത്തത്. ഉദുഹുഹാ ശഹറുൻ വറവാഹുഹാ ശഹറുൻ. രാവിലെ ഒന്നതിൽ കയറിയിരുന്ന് വൈകുന്നേരം വരെ സഞ്ചരിക്കുകയാണെങ്കിൽ ഒരു മാസത്തെ വൈദൂരം വിശാലമായ സഞ്ചാരം നടത്തും. വൈകുന്നേരം ഒന്ന് കയറിയിരുന്ന് രാവിലെ വരെ യാത്ര നടത്തുകയാണെങ്കിൽ അപ്പോഴും ഒരു മാസത്തെ വൈദൂരം സഞ്ചരിക്കാൻ കഴിയും. അത്ര നല്ല വേഗതയുള്ള വാഹനം കൊടുത്തിട്ടും ഒരിക്കൽ പോലും സുലൈമാൻ നബി അലൈഹിസ്സലാം എനിക്കുള്ള നന്ദി മറന്നിട്ടില്ല. നീ പറയുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ഇഷ്ടം പോലെ സമ്പത്തും അധികാരവും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തപ്പെടും. ഹാദാ മിൻ ഫളി റബ്ബി ലിയബ്ലുവനി അശ്കുറു അം അക്ഫുർ. റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്ക് തന്ന ഔദാര്യത്തിൽ നിന്ന് ചിലതാണിത്. അല്ലാഹു എനിക്ക് തന്ന ഔദാര്യമാണ്. എനിക്കിതിൽ യാതൊരു പങ്കും ഇല്ല. ഈ അധികാരം ഞാൻ നേടിയെടുത്തതിൽ എനിക്കൊരു കഴിവുമില്ല. അല്ലാഹു നൽകിയതാണ്. ഈ സമ്പത്തൊക്കെ അല്ലാഹു എനിക്ക് തന്ന ഔദാര്യമാണ്. എന്തിനാണ് അല്ലാഹു നൽകിയത്? ലിയബ്ലുവനി അശ്കുറു അം അക്ഫുർ. അല്ലാഹു തആല ചോദിക്കുന്നു, ഇത്രയും സമ്പത്തുണ്ടായിട്ട് സുലൈമാൻ നബി അലൈഹിസ്സലാം കിട്ടിയ ബാധ്യതകളൊക്കെ നീ നോക്ക്. എന്നിട്ട് നിർബന്ധ ദാനമായ സക്കാത്ത് പോലും കൊടുക്കാൻ നിനക്ക് നേരം കിട്ടിയിട്ടില്ല. നിർബന്ധ ദാനമായ സക്കാത്ത് അതന്നെ എത്ര ചുരുക്കം. ഒരു 2.5% സക്കാത്ത് കൊടുക്കാൻ പോലും നിനക്ക് നേരം കിട്ടിയിട്ടില്ല എന്നാണോ പറയുന്നത്? നിന്റെ പെരടിയിൽ നിർബന്ധമായ ഒരു ഹജ്ജ് നിർവഹിക്കാൻ നേരം കിട്ടിയിട്ടില്ല എന്നാണോ പറയുന്നത്? പ്രായാധിക്യത്തിൽ നിന്റെ നോമ്പിന് പകരമായി കൊടുക്കേണ്ട മുദ്ദ് അത് കൊടുക്കാൻ നിനക്ക് നേരം കിട്ടിയില്ല എന്നാണോ പറയുന്നത്? നിർബന്ധമായി ചെലവഴിക്കേണ്ട മേഖലകളിലുള്ള കടപ്പാടുകളൊക്കെ വീട്ടേണ്ടതുണ്ട്, എല്ലാം നിർവഹിക്കേണ്ടതുണ്ട്. ഇനി ഒരു മനുഷ്യൻ പറയുന്നത്, അല്ലാഹുവേ എന്നെ നീ പരീക്ഷിച്ചു, ആ പരീക്ഷണത്തിൽ ഞാൻ അങ്ങനെ എന്റെ ദുനിയാവിലെ സമയം ചെലവഴിച്ചിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നാണോ? അല്ലാഹു മുന്നിൽ കൊണ്ടുവരും നബിയുല്ലാഹി അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ മുന്നിൽ കൊണ്ടുവരും. എന്നിട്ട് പറയും, ചോദിക്കൂ അയ്യൂബ് നബി അലൈഹിസ്സലാമിനോട്, പരീക്ഷണത്തിൽ എത്രയോ അയ്യൂബ് നബി അലൈഹിസ്സലാം ക്ഷമയോടെ തരണം ചെയ്തില്ലേ? ഏതെങ്കിലും ഒരു സമയത്ത് എനിക്കുള്ള ശുക്ർ മുടങ്ങിയിട്ടുണ്ടോ? അയ്യൂബ് നബി അലൈഹിസ്സലാം സഹിച്ച പരീക്ഷണത്തിന്റെ ചെറിയൊരു ഭാഗം നീ സഹിച്ചിട്ടുണ്ടോ? നിനക്ക് പരീക്ഷണം വന്നിട്ട് നിന്റെ കുടുംബം കൈയൊഴിച്ചു പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. നിന്റെ സമ്പത്ത് മുഴുവനും തീർന്നു പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. അയൽക്കാര് നിന്നെ കൈയൊഴിച്ച് നാട്ടുകാര് ഒഴിവാക്കി പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. അയ്യൂബ് നബി അലൈഹിസ്സലാം അനുഭവിച്ച പരീക്ഷണവും ആ പരീക്ഷണത്തിന്റെ ക്ഷമയും ചോദിക്ക്. എന്നിട്ട് എപ്പോഴെങ്കിലും എനിക്കുള്ള നന്ദി മറന്നിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നോട്ട് നിർത്തി തരുന്നു, മനുഷ്യ നീ പറയുന്നത് അംഗീകരിക്കാൻ കഴിയില്ല, നീ പറയുന്നതൊന്നും സ്വീകരിക്കാൻ കഴിയില്ല. അതല്ല, രാജാധികാരവും ഭരണവും ഒക്കെ കിട്ടിയിട്ടാണ് ദുനിയാവിൽ ജീവിക്കാൻ നിന്റെ സൗന്ദര്യവും സൗകര്യവും കൊണ്ടാണ് നിനക്ക് കഴിയാതിരുന്നത് എന്ന് പറയുമ്പോ മുന്നോട്ട് കൊണ്ടുവരുന്നു നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. യൂസുഫ് നബി അലൈഹിസ്സലാം ശരീരത്തിൽ എത്രമാത്രം വലിയ സൗന്ദര്യം അല്ലാഹു നൽകിയിട്ടുണ്ട്. അതേ യൂസുഫ് നബി അലൈഹിസ്സലാമിന് തന്നെ അല്ലാഹു തആല രാജകസേര നൽകിയിട്ടുണ്ട്, ഭരണം നൽകിയിട്ടുണ്ട്, എല്ലാം കൊടുത്തിട്ടുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അല്ലാഹുവിന്റെ ശുക്ർ മറന്നിരുന്നോ? അതുകൊണ്ട് അല്ലാഹുവിനുള്ള ബാധ്യത അത് നിർവഹിക്കുന്നതിൽ ഇനിയും സമയം പിറകോട്ട് വെക്കരുത്. എന്റെ മാന്യ മുസ്ലിം സഹോദരി സഹോദരന്മാരോട് പറയട്ടെ, പെരടിയിൽ നിർബന്ധ ബാധ്യതകൾ അല്ലാഹുവിനോട് വല്ലതും കിടപ്പുണ്ടെങ്കിൽ എളുപ്പത്തിൽ അത് വീട്ടിയേക്കണം. മരിക്കുന്ന സമയത്ത് ഒന്നും ബാക്കി വരാതെ വീട്ടിയേക്കണം. അതാണ് ഏറ്റവും നല്ല ബുദ്ധി. മരിക്കുന്ന സമയത്ത് അല്ലാഹുവിനുള്ള കടപ്പാടുകളൊന്നും ബാക്കി വരാതെ വീട്ടിയേക്കണം. ബാക്കി വന്നാൽ ഒരു പക്ഷേ അത് പൂർണ്ണമായി അനന്തരക്കാര് വീട്ടും എന്ന് ഉറപ്പിക്കാൻ കഴിയില്ല. നോമ്പുണ്ട്, നോമ്പ് 10 വർഷത്തെ നോമ്പാണ്.
കൂട്ടി നോക്കുമ്പോൾ നോമ്പൊക്കെ നോക്കാൻ എല്ലാവരും ഒരുക്കമല്ല, അത്രയും അധികം നോമ്പുണ്ട്. നോമ്പ് നോറ്റ് വീട്ടിയാലും പലപ്പോഴും അത് തീരില്ല, മുത്ത് കൊടുക്കേണ്ടി വരും. അതിന്റെ കണക്ക് കൂട്ടി നോക്കുമ്പോൾ അതും അധികമാണ്. ഇത്രയൊക്കെ കൂടി കൊടുക്കാനാവില്ല. ഏതായാലും നമ്മൾ 3-നും 7-നും 15-നും 40-നൊക്കെ ഭക്ഷണം കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അങ്ങ് പരിഹാരമായേക്കുമെന്ന് ചിന്തിക്കും. അതുകൊണ്ട് പരിഹാരമാകില്ല. മുദ്ദ് മുദ്ദായിട്ട് തന്നെ വേറെ തന്നെ കൊടുക്കണം. അത് കൊടുക്കേണ്ട വ്യക്തികൾ മിസ്കീന്മാരും ഫക്കീറുമാരുമാണ്. 7-നും 40-നും 3-നും വന്ന് ഭക്ഷണം കഴിക്കുന്നത് മൊത്തം മിസ്കീനല്ല, മൊത്തം ഫക്കീറുമല്ല, മൊത്തം അതേ രൂപത്തിലുള്ള ആളുകളുമല്ല. ഇനി അങ്ങനെയാണെന്ന് വെക്കാനും വഴിയില്ല. കാരണം വേവിച്ചിട്ടല്ലോ മുദ്ദ് കൊടുക്കേണ്ടത്. മുദ്ദ് നാട്ടിലെ സാധാരണ ധാന്യം ഭക്ഷിക്കുന്ന ധാന്യമായിട്ടാണ് കൊടുക്കേണ്ടത്. വേവിച്ചിട്ടുള്ള ഭക്ഷണമല്ല മുദ്ദായി കൊടുക്കേണ്ടത്. നാട്ടിലെ സാധാരണമായി നമ്മൾ ഭക്ഷിക്കുന്ന അരിഭക്ഷണം, അതിന്റെ അളവ് നോക്കിയിട്ടാണ് അത് കൊടുക്കേണ്ടത്. ഇതൊക്കെ കൂടി കൊടുക്കാൻ കഴിയില്ല എന്നാണോ തീരുമാനം? നമ്മുടെ ബാധ്യത ഒരു ഭാഗത്ത് കൊണ്ടും ബാക്കി വെക്കുകയാണ്. സുബ്ഹാന മൻ ജല്ല ജലാലുഹു. ഹജ്ജിന്റെ സമയം നിങ്ങളൊന്ന് കൂട്ടി നോക്കൂ. ബാപ്പ മരിച്ചുപോയി, ഉമ്മ മരിച്ചുപോയി. ബാപ്പയുടെ സ്വത്ത് വിഹിതിക്കുന്നതിന്റെ മുമ്പ് ചിന്തിക്കേണ്ടത്, മരിച്ചുപോയ ബാപ്പക്ക് ഹജ്ജുണ്ടോ, മരിച്ചുപോയ ഉമ്മക്ക് ഹജ്ജ് നിർബന്ധമായിട്ടുണ്ടോ? ബാപ്പയുടെ പെരടിയിൽ മക്കളിലേക്ക് ബാപ്പ അനന്തര സ്വത്തായി വെച്ചിരിക്കുന്നത് ഒരു 10-25 സെന്റ് സ്ഥലമാണ്. അത്രക്ക് വരൂലേ? ആ ശരിയോ. ഒരു ഹൃദയത്തെ ഭാഗത്താവുമ്പോ 5 ഒക്കെ ആവും. ആ ഓക്കെ. അപ്പൊ ഒരു 10-25 സെന്റ് സ്ഥലമുണ്ട്. ഒരു 3 മക്കളുണ്ട്, 3 ഓഹരിക്കാരുണ്ട്. 3 മക്കളാണുള്ളതാകെ. ബാപ്പ മരിച്ചുപോയി, ഉമ്മ നേരത്തെ മരിച്ചിട്ടുണ്ട്. ഉമ്മാക്കാരിയുടെ സ്വത്തൊന്നുമില്ല, അതൊക്കെ ഈ ആകെ 25 സെന്റേ ഉള്ളൂ ബാപ്പാന്റെ. ബാപ്പ മരിച്ചുപോയി. ഇവരതിന്റെ അടുക്കുള്ള ബാധ്യത കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു, മക്കളൊക്കെ ആയിട്ടുണ്ട്. ഈ 25 സെന്റ് ഓഹരി വെക്കാൻ എത്ര തിടുക്കായിരിക്കും, എത്ര ഒരുക്കായിരിക്കും? അതിന് മുൻപ് ആലോചിക്കണം. ഈ മരണപ്പെട്ടു പോയ ബാപ്പക്ക് ഹജ്ജ് നിർബന്ധമായിട്ടുണ്ടോ? ഉണ്ട്. ഇത്ര അധികം സെന്റ് ഒന്നും വേണ്ട. ഒരു 2 സെന്റ് അല്ലെങ്കിൽ 3 സെന്റ്, 2.5 സെന്റ് പോരെ, മതി. അത് വിറ്റിട്ട് ആ കാശെടുത്തിട്ട് ഒന്നെങ്കിൽ കൂട്ടത്തിൽ മക്കളിൽ ആരെങ്കിലും ഹജ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ചെലവഴിച്ചിട്ട് അവര് പോവാ. ഒരു നേരത്തെ അവർ നിർബന്ധ ഹജ്ജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിർബന്ധ ഹജ്ജ് കഴിഞ്ഞ ഒരാളെ ഹജ്ജിന് വേണ്ടി പറഞ്ഞേക്കും. വിഹിതം വെക്കുന്നതിന്റെ മുമ്പ് ഈ സംഗതി നടന്നിട്ടില്ലെങ്കിൽ പിന്നോട്ട് നടക്കൂല. പിന്നെ നടക്കൂല. നടക്കാൻ പരമാണ്, വളരെ പരമാണ്. അല്ലാഹുവിനുള്ള ഹക്കാണ് ഞാൻ ഈ പറഞ്ഞത്. സക്കാത്തുണ്ടോ? അതിൽ സക്കാത്ത് മുന്തിക്കണം. ശരിയായ നിലയ്ക്ക് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്ന വിഷയമാണത്. മരിച്ചു കഴിഞ്ഞ് സ്വത്ത് വീതം വെക്കുന്നതിന്റെ മുമ്പ് അള്ളാഹുവിനുള്ള ഹക്കും ജനങ്ങൾക്കുള്ള ഹക്കും അതിൽ നിന്ന് മുന്തിച്ച് ആദ്യം കൊടുക്കണം. ശേഷമാണ് വീതം വെക്കുന്നതിലേക്ക് നീങ്ങേണ്ടത്. വിഹിതം വെക്കാൻ എല്ലാവർക്കും വലിയ തിരക്കായിരിക്കും. പക്ഷേ കൊടുക്കാനുള്ള ഹക്ക് വീട്ടുന്നിടത്ത് അത്ര വലിയ തിരക്ക് കാണൂല. സഹോദരങ്ങളെ, സഹോദരിമാരെ, യുദ്ധത്തിന് പോകുന്നതിന്റെ തൊട്ടു തലേന്ന് സുബൈർ റളിയല്ലാഹു അൻഹുവിനെ അറിയില്ലേ? സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു അശറത്തുൽ മുബശ്ശറയിൽപ്പെട്ട ആളാണ്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 മഹാന്മാരിൽ ഒരാളാണ്. തലേ ദിവസം മകനെ വിളിച്ചുകൊണ്ട് പറയുന്നു, മോനെ അബ്ദുല്ലാ, നാളെ വിശുദ്ധ ഇസ്ലാമിന് വേണ്ടി വാപ്പ പോരാടാൻ പോവുകയാണ്. ഒരുപക്ഷേ നാളത്തെ പോകുന്ന യാത്രയിൽ തിരിച്ചു വന്നില്ലെന്ന് വരാം. നിന്നെ ഏൽപ്പിക്കാനുള്ളത് എന്താണെന്നറിയോ? ഉപ്പക്ക് ഒരുപാട് ആളുകൾക്ക് കൊടുക്കേണ്ട ബാധ്യതകളുണ്ട്, കടബാധ്യതകളുണ്ട്. ഏറ്റെടുക്കാൻ നമ്മളൊക്കെ വലിയ ഉഷാറായിരിക്കും അല്ലേ? പള്ളി മിഹ്റാബിന്റെ മുന്നിൽ ഉസ്താദിനോട് പറയിപ്പിക്കും, അല്ലെങ്കിൽ പറയാൻ ചൊല്ലുള്ള ഒരാള് പറയും, ഇന്ന ആള്, ഞാൻ ആരെ പേരും പറയുന്നില്ല, പേരുള്ളവർ വിഷമിക്കണ്ടെന്ന് കരുതി, ഇന്ന ആള്, ഇന്ന മൂപ്പൻ, മറ്റാള്, മറിച്ചാള്, 2-3 പേര് പറയും. അവരൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. അവരൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. മരിച്ചു കഴിഞ്ഞ് ആ ജനാസ ഖബറിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് വീട്ടാൻ കഴിയോ? ഏറ്റവും ഉത്തമം അതാ. കഴിയാണ്.
അതിന് കഴിയില്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ 3, 7 ഒക്കെ തീരുന്നതിന്റെ മുമ്പ് തന്നെ അക്ക് വീട്ടുക നല്ലത്. എത്ര സ്പീഡിലാ വീട്ടേണ്ടതെന്നോ അതിന്റെ സ്പീഡ് ഞാൻ പറഞ്ഞുതരാം. അത് 40 കഴിഞ്ഞിട്ട് പോരാ. മദീന പള്ളിയിൽ ഒരു സ്വഹാബിയുടെ ജനാസ കൊണ്ടുവന്നപ്പോ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇല്ല, വിഷമമൊന്നുമില്ലല്ലോ, തണുപ്പിന്റെ കുളിരൊന്നുമില്ലല്ലോ. ഹബീബ് റസൂലുള്ളാഹി ഉഷാറില് സ്വലാത്തല്ലേ. നമ്മളിപ്പോ ഏതായാലും കുറഞ്ഞ സമയം അവിടെ പങ്കുവെക്കുന്നുള്ളൂ. കുറഞ്ഞ സമയം ഈ ഓതി ആയത്തിന്റെ ചെറിയൊരു കഷ്ണം അങ്ങോട്ടും ഇങ്ങോട്ടെങ്കിലും ചെറിയ നിലക്കെങ്കിലും വിശദീകരിക്കണം എന്നുണ്ട്. നമുക്കുള്ള ബാധ്യതകൾ പറഞ്ഞാൽ തീരാത്തതാണ് മനുഷ്യന്മാരായ നമുക്കുള്ളത്. അതിന്റെ ഒരു ഭാഗമാണ് ഇപ്പൊ ഞാൻ ഈ പറയുന്നത്. മറ്റൊരു പാർട്ടിയിലേക്ക് വരാനുണ്ട്. മദീന പള്ളിയിൽ ഒരു ജനാസ കൊണ്ടുവന്നപ്പോ തങ്ങൾ ചോദിച്ചു, അലൈഹി ദൈനുൻ, ഈ കിടക്കുന്ന ജനാസക്ക് കടമുണ്ടോ? സ്വഹാബത്ത് പറഞ്ഞു, ഉണ്ട് നബിയേ, കടമുണ്ട്. അതറക്കമാല, അടുത്ത ചോദ്യം, സമ്പത്ത് ഇട്ടേച്ചിട്ടാണോ മരിച്ചുപോയത്? സമ്പത്ത് ബാക്കി വെച്ചിട്ടുണ്ടോ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വന്തമായി സാമ്പത്തിക പുരോഗതി വരുന്നതിന്റെ മുമ്പാണ് ഇങ്ങനെ ചോദ്യം. തങ്ങൾക്ക് സ്വന്തമായി സാമ്പത്തിക പുരോഗതി വന്ന ശേഷം ഒരാളുടെ സമ്പത്തും അവരുടെ സ്വത്തിൽ നിന്ന് വീട്ടാൻ തങ്ങൾ അനുവദിച്ചിട്ടില്ല. സമ്പത്തുണ്ടെങ്കിൽ അത് കുടുംബക്കാരെടുത്തോട്ടെ, കടബാധ്യത ഞാൻ വീട്ടിക്കൊള്ളും. പിന്നെ എല്ലാവരുടെയും കടബാധ്യത വീട്ടിയത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. അന ഔലാ ബികുല്ലി മുഅ്മിനിൻ മിൻ നഫ്സിഹി, ഓരോ വിശ്വാസിയോടും അവന്റെ സ്വന്തത്തെക്കാളും കടപ്പെട്ടവൻ ഞാനാണ്. കടബാധ്യതയുള്ളവർ എന്നെ സമീപിക്കണം, ഇന്ന് തന്നെ, നാളേക്ക് ബാക്കി വെക്കരുത്, ഞാനത് തരും. സമ്പത്തുള്ളത് അനന്തരക്കാരോ ഓഹരി വെച്ച് എടുത്തോട്ടെ എന്ന് പറയും. സാമ്പത്തിക പുരോഗതി തങ്ങൾക്ക് വന്ന ശേഷം വരുന്നതിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് കൊണ്ട് നിസ്കരിച്ചു. ഖത്താദ റളിയല്ലാഹു അൻഹു കടം വീട്ടി. ജനാസ നിസ്കാരം നടക്കുന്നത് ദുഹാ സമയത്താണ്. സുബഹി നിസ്കാരം കഴിഞ്ഞ് 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് അപ്പോഴാണ് ജനാസ നിസ്കാരം നടക്കുന്നത്. ഖത്താദ റളിയല്ലാഹു അൻഹു പറയുന്നു, ളുഹ്ർ ജമാഅത്തിന് ഞാൻ പള്ളിയിലെത്തി. എന്നെ കണ്ടവാട തങ്ങൾ ചോദിച്ചു, കടം വീട്ടിയോ? അത്ര പെട്ടെന്ന് വീട്ടണം. 3, 4, 70, 40, 15, 40 കണക്കൊന്നുമില്ല. എത്ര പെട്ടെന്ന് ആ കിടക്കുന്ന, ആ ഖബറിൽ കിടക്കുന്ന മൂമിനായ മനുഷ്യന് സ്വസ്ഥമായി കിടക്കണമെങ്കിൽ, അദ്ദേഹത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ റൂഹ് ഇല്ലിയിലേക്ക് പോയിട്ട് പരമാനന്ദം കൊള്ളണമെങ്കിൽ, സജ്ജനങ്ങളുടെ ആത്മാക്കളോടൊപ്പം ചേരണമെങ്കിൽ ബാധ്യത പെരടിയുന്നുണ്ട് ഒഴിവാകും. അല്ലാതെ അവിടെ 25 കൊല്ലം കെട്ടിക്കിടന്നോ ബാധ്യത കൂടാതെ 25 കൊല്ലം ആ റൂഹ് വടിയിൽ ബ്ലോക്കായി നിൽക്കും. നഫ്സുൽ മുഅ്മിനി മുഅല്ലഖത്തുൻ ബിദൈനിഹി ഹത്താ തുഖ്ളഅ അൻ. മുഅ്മിനായ മനുഷ്യന്റെ ആത്മാവ് കടബാധ്യത വീട്ടുന്നത് വരെ ഇല്ലിയിലേക്ക് എത്തൂല. അതവിടെ തടയപ്പെട്ടു നിൽക്കും. ബാപ്പാന്റെതും ഉമ്മാന്റെതൊക്കെ വല്ലതും ശേഷിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി തന്നെ കഴിയുമെങ്കിൽ രാത്രി തന്നെ വീട്ടിക്കൊള്ളി, നാളെ തന്നെ ആക്കി വെക്കരുത്. അത്രയും വേഗം വീട്ടും. ഖത്താദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ ഞാൻ വീട്ടിക്കോളാന്ന് പറഞ്ഞു. ളുഹ്റിന് വീട്ടിട്ടില്ലായിരുന്നു. ഖത്താദ റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, ളുഹ്റിന് എന്നോട് ചോദിച്ചെങ്കിൽ അസ്റിന് ചോദിക്കുന്ന ഉറപ്പല്ലേ? ഉറപ്പാണ്. അസ്റാകുമ്പോഴേക്ക് പോയിട്ട് കടക്കാരെ കണ്ടിട്ട് കടബാധ്യതകളൊക്കെ തീർത്തു. അസ്റിന് പള്ളിയിലെത്തിയപ്പോ വീണ്ടും ചോദിച്ചു, വീട്ടിയോ? ഖത്താദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വീട്ടി നബിയെ, കടം വീട്ടി. അപ്പോഴാണ് തങ്ങൾ പറഞ്ഞത്, ഞാൻ ഇങ്ങനെ ളുഹ്റിന് ചോദിച്ചപ്പോ ഇത്രയും പെട്ടെന്നാകണമോ എന്ന് ചിന്തിക്കരുത്. മുഅ്മിനായ മനുഷ്യന്റെ ആത്മാവ് എത്രയും വേഗം ഇല്ലിയീനിലേക്ക് എത്തണ്ടേ, സ്വാലിഹീങ്ങളുടെ ആത്മാക്കളോടൊപ്പം ചേരണ്ടേ. നമ്മുടെ ബാപ്പമാരുടെ, ഉമ്മമാരുടെ, കൂട്ടുകാരുടെ, സഹോദരങ്ങളുടെ ആത്മാവുകളൊക്കെ അങ്ങനെ എത്തണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ? അതിനൊരു തടസ്സമാണ് ഈ ബാധ്യത. ഇത് നിർവഹിക്കാതെ, നിറവേറ്റാതെ അങ്ങോട്ട് എത്തുകയില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ വീണ്ടും വീണ്ടും ചോദിച്ചത്. സുബൈർ റളിയല്ലാഹു അൻഹു മകനോട് പറയുന്നത്, മോനെ, ബാപ്പ നാളെ യുദ്ധത്തിൽ ഷഹീദാകും. ഷഹീദായി കഴിഞ്ഞാൽ നിന്നെ
ഏൽപ്പിക്കാനുള്ളത്. ഉപ്പാക്ക് ഒരുപാട് കടബാധ്യതകളുണ്ട്. ഉപ്പയുടെ സമ്പത്തിന്റെ കണക്കൊക്കെ കറക്റ്റായി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. മദീനയിൽ എനിക്ക് സ്വത്തുണ്ട്, കൂഫയിൽ എനിക്ക് സ്വത്തുണ്ട്, മറ്റു പല സ്ഥലങ്ങളിലും എനിക്ക് സ്വത്തുണ്ട്. ചിലയിടങ്ങളിലൊക്കെ കെട്ടിടങ്ങളുണ്ട്, ചിലയിടങ്ങളിലൊക്കെ തോട്ടങ്ങളുണ്ട്. എന്റെ കടക്കാരുടെ കണക്കെടുത്തിട്ട് എന്റെ സമ്പത്തിനെ വില കെട്ടിയിട്ട് ആ സമ്പത്ത് ഓരോരുത്തർക്കും അളന്ന് ഭാഗിച്ചിട്ടോ അല്ലെങ്കിൽ അത് വിറ്റിട്ട് ലക്ഷക്കണക്കിന് ദിർഹം കിട്ടിയിൽ നിന്ന് അതിൽ നിന്ന് ഓരോരുത്തർക്കും കണക്കനുസരിച്ച് നീ വീട്ടിയേക്കണം. അതുകൊണ്ടൊന്നും എന്റെ കടം വീടുന്നില്ലെങ്കിൽ എല്ലാ സമയത്തും നീ എന്റെ മൗലയായ എന്റെ യജമാനനായ റബ്ബിനോട് നീ ചോദിക്കണം, നീ പറയണം, യാ മൗല സുബൈരി ഇഖ്ലിദ്ദൈന അൻ, എന്റെ ഉപ്പയുടെ യജമാനനായ അല്ലാ, എന്റെ ഉപ്പാന്റെ കടബാധ്യത വീട്ടണേ അല്ലാ എന്ന് നീ പ്രാർത്ഥിക്കണം. അല്ലാഹു തആല എന്റെ കടം വീട്ടി തരുന്നത് വരെ നീ അങ്ങനെ ദുആ ചെയ്യണം. സ്വന്തം മോനെ വിളിച്ചുകൊണ്ട് വാപ്പ നൽകുന്ന നിർദ്ദേശമാണ്. ഉപ്പ പറഞ്ഞതുപോലെ പിറ്റേ ദിവസം ജമൽ യുദ്ധത്തിൽ സുബൈർ റളിയല്ലാഹു അൻഹു പങ്കെടുത്തു. മഹാനവർകൾ അതിൽ ഷഹീദാവുകയും ചെയ്തു. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു മാത്രമല്ല മക്കളുള്ളത്, സുബൈർ റളിയല്ലാഹു അൻഹു വേറെയും മക്കളുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു നേരെ വീട്ടിലേക്ക് വന്ന് സമ്പത്തിന്റെ ലിസ്റ്റ് എടുക്കുന്നു. എവിടെയെല്ലാം സമ്പത്തുണ്ട് എന്ന് പരിശോധിക്കുന്നു. മദീനയിൽ തന്നെ വിവിധ സ്ഥലങ്ങളിലുണ്ട്, അതുപോലെ തന്നെ കൂഫയിലുണ്ട്, ഖാബ എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. അതിന്റെ കണക്കെല്ലാം എടുത്തിട്ട് ആ സമ്പത്തിന് മഹാനവറുകൾ വില നിശ്ചയിക്കുന്നു. എത്ര വില വരും കൊടുക്കാനുള്ള കടക്കാരുടെ ലിസ്റ്റ് എടുക്കുന്നു. ഓരോരുത്തരുടെ കണക്ക് എഴുതി വെച്ചിട്ടുണ്ട്. 50,000 ദിർഹമുണ്ട്, 25,000 ദിർഹമുണ്ട്. ഇപ്പൊ ഓരോരുത്തർ മരണപ്പെട്ടു പോകുമ്പോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിനൊക്കെ ഉള്ളത്. അതൊക്കെ മുമ്പും കടബാധ്യത ഉണ്ടായിരുന്ന ആവശ്യങ്ങൾക്കൊക്കെ വാങ്ങിയിരുന്നു. പക്ഷെ അത് വീട്ടണം, വീട്ടാതിരിക്കുമ്പോഴാണ് വിഷയം. വീട്ടണത് വീട്ടിട്ടില്ലെങ്കിൽ സംഗതി പ്രശ്നം തന്നെയാണ്. പരലോകത്ത് എത്തുമ്പോഴെങ്കിലും സ്വാലിഹീങ്ങളുടെ ലിസ്റ്റിൽ പെടാൻ ഉയർന്നു വരാൻ ഉള്ള ചാൻസ് മുഴുവൻ മടക്കപ്പെട്ടു. സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു കടബാധ്യതയുള്ള ആളുകളെ വിളിച്ചു വരുത്തുന്നു. ഓരോ പ്രദേശങ്ങളിലുമുള്ള സ്ഥലങ്ങൾ വില കെട്ടിയിട്ട് മഹാനവർകൾ അതിന്റെ വില നിശ്ചയിച്ച് ഓരോരുത്തർക്കും ഭാഗിച്ചു കൊടുക്കുന്നു. അങ്ങനെ സഹോദരങ്ങളെ, ഒരു വർഷക്കാലം കടബാധ്യതയുള്ള ആളുകളെ തേടിപ്പിടിക്കുന്നു, അന്വേഷിക്കുന്നു. എന്നിട്ട് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ സ്ഥലങ്ങൾ വില നിശ്ചയിച്ചുകൊണ്ട് മഹാനവറുകൾ കടത്തിന് പകരമായിട്ട് ഒന്നുകിൽ അത് വിറ്റിട്ടുള്ള കാശോ അല്ലെങ്കിൽ സ്ഥലമോ കൊടുക്കുന്നു. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞ ശേഷം സ്വത്ത് ഓഹരി വെച്ചില്ല, സമ്പത്ത് ഇനിയും ബാക്കിയുണ്ട്. അനന്തരാവകാശികളായ ആൺകുട്ടികളും പെൺകുട്ടികളും സ്വത്ത് ഓഹരി വെക്കുകയില്ലേ എന്ന് ചോദിച്ചപ്പോ സമയമായിട്ടില്ല, ഇനിയും എനിക്ക് സമയം വേണം, 2 വർഷക്കാലം ഇനിയും വേണം. ചന്തകൾ വരുമ്പോ, സീസൺ കച്ചവടങ്ങൾ വരുമ്പോ അവിടെ എല്ലാം എനിക്കൊന്ന് അനൗൺസ്മെന്റ് ചെയ്യണം. അലാ മൻ കാന ലഹു അല സുബൈരി ദൈനുൻ ഫല്യഅ്തിനാ, എന്റെ ബാപ്പ സുബൈർ റളിയല്ലാഹു അൻഹു ആർക്കെങ്കിലും കടം തരാനുണ്ടെങ്കിൽ വന്നേക്കണം, നമ്മളത് വീട്ടിയേക്കാം. ഏതെങ്കിലും കടകളിലോ മറ്റോ കൊടുക്കാനുള്ള ബാധ്യതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മറന്നു പോകരുത് കേട്ടോ, കൊടുത്തേക്കണം. അതൊക്കെ നല്ല കട്ടിയും കനവുള്ള ദിർഹമും ദീനാറൊക്കെ ആയി വരുമ്പോഴേ ഒരു കൊല്ലത്തെ 2 കൊല്ലത്തെ നിസ്കാരവും അതുപോലെ തന്നെ സുഹൃതങ്ങളൊക്കെ ഏതെങ്കിലുമൊക്കെ സ്വീകരിക്കപ്പെട്ട തരത്തിൽ ബാക്കിയുണ്ടെങ്കിൽ എടുത്തു കൊടുക്കേണ്ടി വരും. നമ്മളെ നിസ്കാരാണ്, അതൊന്ന് സ്വീകരിച്ചു കിട്ടാൻ തന്നെ വലിയ പണിയാണ്. നമ്മളെ നോമ്പാണ്. സ്വീകരിച്ച തന്നെ പട്ടികയിലുണ്ടെങ്കിൽ അതിന് പകരം കൊടുക്കേണ്ടി വരും. പിന്നെ അവിടെയും നല്ല മട്ടത്തിൽ മുന്നോട്ട് പോകാൻ കഴിയൂല. അതുകൊണ്ട് എഴുതിത്തള്ളി എന്ന നിലക്ക് ഒന്നും ചോദിച്ച് ലാസ്റ്റ് ഇനി ചോദിക്കാനാകൂല. കാരണം ചോദിച്ചിട്ട് ആള് തരുന്നില്ല. നിങ്ങൾ മനസ്സിലാണ്ട ഞാൻ പറഞ്ഞത്? മനസ്സിലാകുന്നുണ്ട്? ആ, പൊരക്കൂടലൊക്കെ നടത്തും ചില ആളുകൾ, പൊരക്കൂടൽ നടത്തും. നല്ല വീടൊക്കെ പണിയൊക്കെ കഴിഞ്ഞ് പൊരക്കൂടൽ ബാധ്യത ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല, കാര്യമായിട്ട് ആർക്കും ഇല്ല. അപ്പൊ കാര്യമായിട്ടില്ല എന്ന് പറയുമ്പോ മനസ്സിലാകുന്നത് ചില്ലറുണ്ട്. ആർക്കാ ചില്ലറ? അത് തേപ്പ് നടത്തിയ ആൾക്ക് 50,000 കൊടുക്കണം.
വയറ് മറ്റു സംവിധാനങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത ആളുണ്ട്, ഇലക്ട്രിക്കൽസ് പ്ലംബിംഗ് അതൊക്കെ നടത്തിയ ആളുണ്ട്. അയാൾക്ക് ഒരു 1.25 ലക്ഷം കൊടുക്കാനുണ്ട്. ഇങ്ങനെ മൊത്തം അല്ലറ ചില്ലറ കൂട്ടി നോക്കുമ്പോ ഒരു 3-4 ലക്ഷം കൊടുക്കാനുണ്ട്. ഈ കിട്ടാനുള്ള ആളുകൾ 2-3 തവണ ഒക്കെ ചോദിക്കുമ്പോ ഒരു പക്ഷെ അവിടെ കുറച്ച് പൈസ ബ്ലോക്ക് ആയി കിടക്കുന്നത് വരട്ടെ, ഇവിടെ കുറച്ച് സ്റ്റോപ്പ് ആയി കിടക്കുന്നത് വരട്ടെ, മറ്റോടത്ത് അങ്ങനെ കിടക്കുന്നത് വരട്ടെ, ഈ ഉത്തരം ഇങ്ങനെ 4, 5, 6 തവണ കേട്ട് മടുത്ത് പിന്നെ അവർ ചോദിക്കാതെ നമ്മളെ മുന്നിൽ അവിടെ ഇങ്ങനെ നടക്കുമ്പോ നമ്മൾ വിചാരിക്കുന്നത് ഒരു പൊരുത്തപ്പെട്ടിട്ടില്ല, തൃപ്തിപ്പെട്ടിട്ടില്ല, ചോദിച്ചിട്ട് മടുത്തിട്ട് ചോദ്യം നിർത്തിയതാ. കൊടുക്കാനുള്ളത് അങ്ങോട്ട് കൊടുക്കണം. അവിടെ ഞാൻ അല്ലാഹുത്തആലത്ത് പഠിച്ചോനെ, ഞാൻ ഇങ്ങനൊക്കെ വഅദ് പറയുന്ന ഒരാളായിരുന്നു, അതുകൊണ്ട് ചെറിയൊരു വിട്ടുവീഴ്ച ഉണ്ടാകൂല, ഒന്നും പൂതിയൊക്കെ ഉണ്ടാക്കണ്ട, ഞാൻ ഇന്ന ആളായിരുന്നു, അതൊക്കെ ഇവിടെ ഇന്ന ആളെന്നുള്ളതൊക്കെ കൊടുക്കാനുള്ള ഹക്കൊക്കെ ഹക്കായാണ് കൊടുക്കണം. അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല. അതൊക്കെ ആ ബാധ്യതകളൊക്കെ ഇപ്പോഴും ബാക്കി വെച്ചുകൊണ്ട് അങ്ങനെ കഴിയുന്നവരുണ്ട്. വീട് കൂടി താമസിച്ചിട്ട് 20 കൊല്ലമായി. അവരോട് ചോദിക്കാണ് ഇപ്പോഴും വല്ല ഹക്കും ബാക്കിയുണ്ടോ? ഇല്ല, മുമ്പ് കൊടുക്കാണ്ടായിരുന്നു ഇങ്ങനെ ഒന്ന്. പക്ഷെ കിട്ടാനുള്ള ആള് അയാള് മരിച്ചുപോയോ? അനന്തരാവകാശികളായ മക്കളെ നോക്കിയിട്ട് ആ ഹക്ക് കൊണ്ടുപോയി കൊടുക്കണം. പേരടീന്ന് വിടണമെങ്കിൽ നിന്റെ വീട്ടിൽ പണിയെടുത്ത, നിന്റെ വീട്ടിൽ വാർപ്പ് നടത്തിയ, നിന്റെ വീട്ടിൽ പണിയെടുത്ത ആളില്ല, ആള് മരിച്ചുപോയി. നീ കൊടുക്കാത്തോണ്ട് മരിച്ചതല്ല, സമയമായപ്പോ മരിച്ചുപോയതാണ്. പക്ഷേ നിന്റെ ബാധ്യത കൂടൂല, നീ അവിടെ കൊണ്ടുപോയി കൊടുത്തേക്കണം. അത് അനന്തരാവകാശികളിലേക്ക് നീ ഏൽപ്പിക്കണം. സുബ്ഹാനല്ലാഹ്. എല്ലാവർക്കും അറിയാമല്ലോ ഗുഹാവാസികളുടെ ചരിത്രം. ഗുഹയുടെ ഉള്ളിൽപ്പെട്ട ആളുകളെ കൂട്ടത്തിൽ 3 ആളുകളിൽ ഒരാള് പറഞ്ഞില്ലേ, പടച്ചോനെ എന്റെ അടുക്കൽ ഒരുപാട് തൊഴിലാളികൾ വന്നിരുന്നു, അതിൽ കൂട്ടത്തിൽ ഒരു തൊഴിലാളി അന്നത്തെ വേതനം പറ്റാതെ, വേതനം വാങ്ങാതെ അദ്ദേഹം തിരിച്ചുപോയി. എന്താണ് ഞാൻ അദ്ദേഹത്തിന് കൊടുക്കാനുള്ള കൂലി എന്നറിയുമോ? ഒരു സ്വാ മാത്രമാണ് കൊടുക്കാനുള്ളത്. ഒരു സ്വാ ധാന്യം. ഒരു സ്വാ എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ, ഇപ്പൊ കടകളിലൊക്കെ മുദ്ദുപാത്രം വാങ്ങാൻ കിട്ടും, കണ്ടില്ലേ മുദ്ദുപാത്രം? ആ മുദ്ദുപാത്രത്തിന് അതെ ഒരു 4 പാത്രം ഒന്ന് അളന്നാൽ ഒരു സ്വാഇന്റെ കണക്കായി. അത്രയാണ് അന്നത്തെ കൂലിയുള്ളത്. പഴയ കാലത്ത് നമ്മുടെ നാട്ടിലും അങ്ങനെ കൂലി ഉണ്ടായിരുന്നു. അപ്പോ ഒരു സ്വാ ആണ് കൊടുക്കാനുള്ളത്, ഒരു സ്വാ ഹബ്ബ് കൊടുക്കാനുണ്ട്, ധാന്യം കൊടുക്കാനുണ്ട്. ആ ഒരു സ്വാ ധാന്യം വാങ്ങാതെ അദ്ദേഹം തിരിച്ചുപോയി. പിന്നീട് അദ്ദേഹത്തിന്റെ ആ ഒരു സ്വാ എടുത്തുകൊണ്ട് ഞാൻ കൃഷി ചെയ്തു. കൃഷി ചെയ്തിട്ട് ലാഭം കിട്ടിയപ്പോ ലാഭത്തിൽ നിന്ന് ഞാൻ ഒരുപാട് പശുക്കളെ വാങ്ങി. ലാഭം വർദ്ധിപ്പിച്ചിട്ടാണ് ഈ പശുക്കളെ വാങ്ങിയത്. ഒരു സ്വാ ആണ് ഞാനത് വർദ്ധിപ്പിച്ചത്. ഒരു സ്വായിൽ നിന്ന് ഞാൻ കൃഷി ചെയ്തു. കൃഷിയിൽ നിന്ന് ലാഭം കിട്ടിയപ്പോ പശുക്കളെ വാങ്ങി. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം എന്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, എന്റെ പണിക്കൂലി എവിടെ? എന്റെ പണിക്കൂലി എവിടെ? എനിക്ക് നീ തരാനുള്ള പണിക്കൂലി. ഞാൻ പറഞ്ഞു, അതാ ആ കാണുന്ന പശുക്കളില്ലേ, ആ പശുക്കളെ മുഴുവനും നീ അങ്ങ് തെളിച്ചു കൊണ്ടുപോയിക്കോ. അദ്ദേഹം എന്നോട് ചോദിച്ചു, ഞാൻ കൂലി ചോദിച്ചതിന് എന്നെ കളിയാക്കുകയാണോ? നിന്നെ കളിയാക്കുകയല്ല, പരിഹസിക്കുകയല്ല, സത്യസന്ധമായ നിലക്ക് ഞാൻ പറയുകയാണ്. നീ ബാക്കി വെച്ച ഒരു സ്വാ അത് ഞാൻ കൃഷി ചെയ്തു. കൃഷിയിൽ നിന്ന് ലാഭം കിട്ടിയപ്പോൾ ഞാൻ പശുക്കളെ വാങ്ങി. അക്കാണുന്ന പശുക്കൾ മുഴുവനും നിനക്ക് അന്ന് തരാനുള്ള കൂലിയിൽ നിന്ന് എനിക്കുണ്ടായി തീർന്ന ലാഭങ്ങളാണ്. ആ പശുക്കളെ മുഴുവനും തെളിച്ചു കൊണ്ടുപോയിക്കോ. സത്യസന്ധമായിട്ടാണ് പറയുന്നത്. ഒരൊറ്റ ഒന്നും ബാക്കി വെക്കേണ്ടതില്ല. ഞാനത് പറഞ്ഞപ്പോ അദ്ദേഹം സംതൃപ്തിയോടെ, അദ്ദേഹത്തിന് ഒരു ദിവസം കൊടുക്കാനുള്ള വേതനം വർഷങ്ങളെ കൊണ്ട് ഞാൻ വികസിപ്പിച്ചത് അദ്ദേഹത്തിന്റെ വേതനമാണ്. ഞാനത് പറഞ്ഞപ്പോ അദ്ദേഹം തെളിച്ചു കൊണ്ടുപോയി. പടച്ചോനെ, ഞാൻ എന്നാ ചെയ്തത്? ചെയ്തതൊരു സുഹൃതമായി നീ പൊരുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപകടത്തിൽ
സങ്കടത്തിൽ നിന്ന് മാറ്റം തരണേ അല്ലാ. ദുആ അല്ലാഹു സ്വീകരിച്ചു. ആകാശം കാണുന്ന രൂപത്തില്, ഗുഹയുടെ ഉള്ളിലേക്ക് പ്രകാശം സ്ഫുരിക്കുന്ന രൂപത്തില് പാറക്കല്ല് അല്ലാഹു നീക്കി കൊടുത്തു. എന്തൊരു സുഹൃതമാണ് ഈ ചെയ്തത്. കൊടുത്ത വേതനമാണ് സഹോദരങ്ങളെ ഈ സുഹൃതം. ആ വേതനം വർഷങ്ങൾക്ക് ശേഷം വന്നിട്ടാ ചോദിക്കുന്നത്. ചോദിച്ചപ്പോ കിട്ടിയ വേതനം വികസിച്ചത് എത്രയാണോ അത്ര കണ്ട ആ മനുഷ്യൻ കൊടുത്തു. നമ്മള് ഹക്ക് വിടാൻ ആ വികസനങ്ങളൊന്നും കൊടുക്കണ്ട, ആ കണക്കിലുള്ളതൊന്നും കൊടുത്താൽ വികസനം ഒന്നും കൊടുക്കണ്ട. കണക്കിൽ 2005 പുര കെട്ടിയില്ലേ? 2005 പുര കെട്ടിയപ്പോ അന്നവിടെ പണിയെടുത്ത പണിക്കാരന് കൊടുക്കാൻ 50,000 ബാക്കിയില്ല ചില്ലറ. അതിന് മുമ്പുള്ളത് കൊടുത്തു. ആദ്യം ഒന്ന് കൊടുത്തു 1 ലക്ഷം, പിന്നെ കൊടുത്തു 50,000, പിന്നെ കൊടുത്തു. ഇവിടെ ആരോ എന്നോട് ഇത് പറയാൻ പറഞ്ഞ മേറ്ററൊന്നും അല്ലട്ടോ. നമ്മളെ ഇടയിൽ ഉണ്ടാകുന്ന ഹക്കുകൾ പറഞ്ഞ കൂട്ടത്തിൽ ഞാനൊന്ന് പറഞ്ഞ വിട്ടേക്കരുത്. കൊടുക്കേണ്ടത് കൃപമനുസരിച്ച് കൊടുത്തേക്കണം. അതിൽ വ്യത്യാസമൊന്നുമില്ല. അത് കറക്റ്റായി നമ്മൾ കൊടുത്തേക്കണം, പാലിച്ച്. എന്നാലേ കാര്യം നടക്കും. സുബ്ഹാനല്ലാഹ്. അത് ആ വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും കണക്കനുസരിച്ച് കിട്ടാളാളെ കയ്യിലുണ്ടാകും. അത് കൊടുത്തേക്കണം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് ഏറ്റവും അധികം തങ്ങൾ സഹായിച്ച ഒരു വിഷയം കൂടിയാണ് ബാധ്യത നിറവേറ്റുന്ന വിഷയത്തിൽ. കടബാധ്യത ഒക്കെ കൊടുക്കാനുള്ളവരെ അത് വീട്ടിൽ നിന്ന് ടിഷ്യൂ പേപ്പർ കിട്ടിയാൽ മതി. കൊടുക്കാനുള്ള ബാധ്യതകൾ വീട്ടുന്നതിൽ റെക്കമെൻഡ് ചെയ്തു എന്ന് മാത്രമല്ല, പ്രാർത്ഥിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല, അവർക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബറക്കത്തിന് സാമ്പത്തിക വർധനവുണ്ടാക്കിയിട്ട് ബാധ്യതകൾ വീട്ടി കൊടുത്തിട്ടുണ്ട്. ഇഷ്ടം പോലെ ആളുകൾ ആ വിഷയത്തിൽ തങ്ങൾ സഹായിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ ഒരിക്കലും അത് മറന്നു പോകരുത്. കടക്കാരുടേതാണെങ്കിൽ അങ്ങനെ, വ്യക്തികളുടേതാണെങ്കിൽ അങ്ങനെ. സാമ്പത്തിക ബാധ്യത വിട്ടേക്കരുത്. മരിച്ചു പോകുന്ന സമയത്ത് വീട്ടാനുള്ളതുണ്ടോ വീട്ടിയേക്കണം. അതിന്റെ മുമ്പ് തന്നെ കൊടുത്തു സ്വസ്ഥമാകണം. ഒന്നും തന്നെ ബാക്കി വെച്ചേക്കരുത്. പഴയ കാലത്തെ ആളുകളൊക്കെ മരിച്ചു പോകുമ്പോ അവരുടെ ഇബാദത്തിനോടൊപ്പം ആർക്കും അത്തരത്തിൽ ഒന്നും പറയാൻ ബാക്കി വെക്കാറില്ല. കാരണം എന്തെങ്കിലും ഒരു സിഗ്നൽ അല്ലാഹു കൊടുക്കുമ്പോഴേക്ക്, എന്തെങ്കിലും ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് അല്ലാഹു കൊടുക്കുമ്പോഴേക്ക് അവർക്ക് ബോധ്യമാകും, പടച്ചോനെ ഈ വന്ന വേദന അല്ലെങ്കിൽ ഈ വന്ന ക്ഷീണം എന്റെ അവസാനത്തിലേക്ക് അല്ലാഹു നൽകുന്ന ഒരു സൂചനയാണ്. ഇനി എനിക്ക് വിശ്രമിക്കാനും ഒരുങ്ങാനുമുള്ള സമയമാണ്. അതുകൊണ്ട് പിറകോട്ട് ചിന്തിക്കുമ്പോ കൊടുക്കാൻ പല രൂപത്തിലുണ്ട്. ഞാൻ അവർക്കൊക്കെ കൊടുക്കാനുള്ളത് കണക്കനുസരിച്ച് കൊടുക്കട്ടെ. എല്ലാവരെയും കൊടുത്തു. നേരം വൈകിയതിന്റെ മേലിൽ തൃപ്തിപ്പെടുത്തി, പൊരുത്തപ്പെടുത്തി. മരിച്ചു പോകുന്ന സമയത്ത് കിട്ടാനുള്ള ബാധ്യസ്ഥരായ ആളുകൾ പറയുന്നു, നല്ല മരണമാണ്. കഴിഞ്ഞ ആഴ്ചയല്ല, അതിന്റെ തൊട്ടുമേലെ ആഴ്ചയാണ് എനിക്ക് തരാനുള്ളത് തന്നത്. വേറൊരാള് പറയുന്നു, 1 മാസം മുമ്പാണ് എനിക്കുള്ളത് മുഴുവനും വീട്ടിയത്. കിട്ടാനുള്ളവർ കണക്ക് മുഴുവനും പറയുന്നു, ഒക്കെ തന്നിട്ടുണ്ട്, ഒക്കെ വീട്ടിയിട്ടുണ്ട്. സത്യത്തിൽ അൽഹംദുലില്ലാഹ് ആ വിട വാങ്ങിപ്പോകുന്നത് നല്ല സന്തോഷത്തോടെയാണ്, നല്ല റാഹത്തോടുകൂടെയാണ് വിട വാങ്ങിപ്പോകുന്നത്. വാഗ്ദാനങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ അതുവരെ വീട്ടിയിട്ടില്ലേ? അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ഇസ്ലാമിക ലോകത്ത് ആദ്യമായി നേതൃത്വം നൽകിയത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. തങ്ങളുടെ നേതൃത്വത്തിൽ ഭരണം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോ ആദ്യമായി ഇസ്ലാമിക ലോകത്തേക്ക് സമ്പത്ത് വന്നത് ബഹ്റൈനിൽ നിന്നാണ്. ഇന്ന് നമ്മൾ കേൾക്കുന്ന അതേ ബഹ്റൈനിൽ നിന്നാണ് മദീനയിലേക്ക്, ബൈത്തുൽ മാലിലേക്ക് സ്വത്ത് വന്നത്. പൊതുഖജനാവിലേക്ക് ആ സ്വത്ത് കൊടുക്കുന്നതിന്റെ മുമ്പ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് ചോദിച്ചു, ജനങ്ങളെ, ആർക്കെങ്കിലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലതും തരാമെന്ന് വാഗ്ദാനം ചെയ്തതുണ്ടോ? കടബാധ്യതയുണ്ടോ? ഒരു സഹാബി എഴുന്നേറ്റ് നിൽക്കുന്നു. ആരാണ് എഴുന്നേറ്റ് നിൽക്കുന്നത്? സയ്യിദുനാ ജാബിർ റളിയല്ലാഹു അൻഹു. ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് വാഗ്ദത്തം ചെയ്തതുണ്ട്. വഫാത്തിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ജാബിറേ, ഇനി പൊതുഖജനാവിലേക്ക് സ്വത്ത് വന്നാൽ നിങ്ങൾക്ക് ഞാൻ ഇത്രയും 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 തരാം. 3
3 കൈ ഇങ്ങനെ 3 തവണ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ടാ തങ്ങൾ പറഞ്ഞു. കണക്കല്ല പറഞ്ഞു, ഇങ്ങനെ ഇങ്ങനെ കോരി അങ്ങനെ പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങോട്ട് വരുന്നു, ദിർഹമിന്റെ ചാക്ക് ഇങ്ങനെ കെട്ടയിച്ചിട്ട് പറഞ്ഞു 2 കൈയും കൂട്ടിയിട്ടൊന്ന് വാരിക്കൂടിയെന്ന് പറഞ്ഞു. ഇങ്ങനല്ലേ തരാന്ന് പറഞ്ഞു. 2 കൈയും കൂട്ടിയിട്ട് വാരിക്കൂടി. 2 കൈയും ഇങ്ങനെ കൂട്ടിയിട്ട് ഒരൊറ്റ കോരല് കോരി എണ്ണി നോക്കൂന്ന് പറഞ്ഞു. എണ്ണി നോക്കിയപ്പോൾ 500 ദിർഹമുണ്ട്. അതിലേക്ക് 1,000 കൂടി ചേർത്ത് കൊടുത്തു. ഒരു കോരല് 500 ആണെങ്കിൽ 3 കോരല് 1500 അല്ലേ? 1500 ദിർഹം കൊടുത്തു. പിന്നെയും ചോദിക്കുന്നു, ഇനി ആർക്കെങ്കിലും വാഗ്ദാനങ്ങളുണ്ടോ? ആർക്കെങ്കിലും ബാധ്യതകളുണ്ടോ? ഇല്ലെന്ന് പൂർണ്ണമായും ബോധ്യശേഷമാണ് ബൈത്തുൽ മാലിലേക്ക് ആ സ്വത്ത് വെക്കുന്നത്. നമ്മൾ ചിന്തിക്കണം, നമ്മൾ മനസ്സിലാക്കണം, ആർക്ക് ബാധ്യത ഉണ്ടോ എന്നാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്. ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ശരിക്കും ആലോചിക്കേണ്ട ഒരു വിഷയം അതാണ്. ജനങ്ങളുമായിട്ടുള്ള ഹക്ക്, അല്ലാഹുവുമായിട്ടുള്ള ഹക്ക് അത് വീട്ടണം, മറക്കരുത്. അതിന് ബാക്കി വെക്കരുത്, മറക്കരുത്. ഈ അടുത്തൊരു ബാപ്പ മരിച്ചപ്പോ 10 വർഷമായി ബാപ്പാന് മുദ്ദ് കൊടുക്കാനുണ്ട്. ഇപ്പൊ മക്കള് പറയാ, എത്ര ഉണ്ടാകും ഉസ്താദെ മുദ്ദ്? ഒരു ഉസ്താദ് ചേർന്നിട്ട് ആ മുദ്ദിന്റെ കണക്കൊന്ന് കണക്ക് കൂട്ടിയിട്ട് ശരിയായിട്ടാ ഇത്ര കൊടുക്കാനുണ്ടാകുന്നു പറഞ്ഞു. ഇത്ര കൊടുക്കാനുണ്ട് മുദ്ദ്. ഏകദേശം അത് കിലോ കണക്കിലേക്ക് കൂട്ടുമ്പോ ഇത്ര വരും, ലിറ്റർ കണക്കിലേക്ക് കൂട്ടുമ്പോ ഇത്ര വരും, ഇത്ര കൊടുക്കാനുണ്ടാകുന്നു പറഞ്ഞു. അപ്പൊ മക്കള് പറഞ്ഞു, അത് കുറച്ച് അധികമാണല്ലോ. കണ്ടകള് മനസ്സിൽ കണ്ട പറഞ്ഞ ഭാഷ കണ്ടത് കേട്ടകള്, ഇത് കുറച്ച് അധികമാണല്ലോ. എവിടെയാണ് ഇപ്പൊ വാപ്പുള്ളത്? ഖബറിലാണ് ആ വാപ്പുള്ളത്. ഇതിനാ ഞാൻ പറഞ്ഞത്, അവരെ കണക്കാക്കി നിൽക്കേണ്ട നേരത്തെ തന്നെ കൊടുക്കാനുള്ളത് കൊടുത്തേക്കണം. മക്കള് കൊടുക്കല്ലോ എന്ന് കണക്കാക്കിയിരിക്കരുത്. നമുക്ക് കൊടുക്കാനുള്ള ഹക്ക് നേരത്തെ തന്നെ കൊടുക്കാം. ഒരു ഹക്ക് ബാക്കിയാക്കിയിട്ടുള്ള മരണം അല്ലാഹു നൽകാതിരിക്കട്ടെ. എല്ലാ ഹക്കുകളും ഒഴിവാക്കി മുക്തമായ രീതിയിലുള്ള മൗത്ത് അല്ലാഹു തആല നൽകുമാറാകട്ടെ. മരിക്കുന്ന ഉറപ്പാണല്ലോ, അതിൽ യാതൊരു സംശയവുമില്ലല്ലോ. ഹക്ക് വീട്ടിയേക്കണം, ജനങ്ങളുമായുള്ള ഹക്ക് വീട്ടിയേക്കണം, അല്ലാഹുവുമായുള്ള കടപ്പാടുകളൊക്കെ കൊടുത്തേക്കണം. വല്ല ഹക്കും ബാക്കിയുണ്ടെങ്കിൽ അത് ഇനി കണക്ക് കൂട്ടി കൊടുക്കണം. വർഷാവർഷം കൂടുമ്പോ സഹോദരങ്ങളെ അതിന്റെ കണക്ക് കൂടി വരും. ആ കണക്കുകളൊക്കെ അതിനനുസരിച്ച് നോക്കിയിട്ട് കൊടുക്കണം. ഞാൻ 1-2 ഉദാഹരണങ്ങൾ അങ്ങനെ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ബാധ്യതകൾ ആ വിഷയത്തിൽ ബാക്കിയുള്ളത് ഒന്നും മറന്നേക്കരുത്. സുബ്ഹാനല്ലാഹ്, മുമ്പ് നമ്മുടെ നാട്ടിൽ കച്ചവടം ചെയ്തിരുന്നു ഒരാൾ എന്ന് കൂട്ടിക്കോളൂ. കച്ചവടം ചെയ്തപ്പോ നമുക്ക് എല്ലാവർക്കും അവിടെ പറ്റുണ്ടായിരുന്നു. പറ്റുണ്ടായിരുന്നു, എല്ലാവർക്കും പറ്റുണ്ടാകും. ചിലർക്ക് കുഴപ്പമൊന്നുമില്ല, പറ്റിന് കുഴപ്പമൊന്നുമില്ല, പറ്റ് ചെയ്യാം. പക്ഷെ ആ പറ്റ് തീർക്കണം, ആ പറ്റ് തീർക്കണം. ഈ കച്ചവടക്കാരൻ കച്ചവടം നിർത്തിപ്പോയി. അയാള് കച്ചവടം നിർത്തിയിട്ട് പിന്നെ ഗൾഫിലേക്ക് പോയി, വലിയ സമ്പന്നനായി. പിന്നെ നമ്മളോടൊക്കെ ഇത് ചോദിക്കാൻ അദ്ദേഹത്തിന് ഒരു മടി. എന്നാലും നമ്മളെ ഹക്ക് വിടൂല, നമ്മളെ ഹക്ക് വിടൂല. നമ്മളെ ഹക്ക് ഉണ്ടെങ്കിൽ ആള് പറയണം, നിങ്ങൾ തരണ്ടോ, ഞാനതൊക്കെ പൊരുത്തപ്പെട്ടു വന്നു. അൽഹംദുലില്ലാഹ്, അത് അദ്ദേഹം നമ്മളൊക്കെ രക്ഷപ്പെട്ടു. അല്ലാത്ത കാലത്തോളം ആ ഹക്ക് അവിടെ പെരടിയിൽ ബാക്കി. നിങ്ങൾ എന്തിനാ ഗൾഫ് പോയി ചോദിച്ച ഒരാളോട് അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ പറ്റിങ്ങനെ കൂടിയപ്പോ ഞാൻ ലാസ്റ്റ് എന്റെ കുടുംബത്തെ അടക്കം ധർമ്മസ്ഥാപനത്തിലേക്ക് ചേർക്കേണ്ടി വരുമെന്ന് പേടിച്ചിട്ട് ഞാൻ പോയതാണ്. അപ്പൊ പിന്നെ കച്ചവടമൊക്കെ നിർത്തി. ഞാൻ കിട്ടുന്ന നല്ലൊരു വിസ കിട്ടിയപ്പോ ഞാൻ അതിന് പോയി. ഒരൊറ്റ പോക്ക് പോയിട്ട് പിന്നെ 2-3 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. എനിക്കുള്ള കുറച്ച് കടബാധ്യത ഉണ്ടായിരുന്നു കച്ചവടം തുടങ്ങിയതിന്റെ പേരിൽ, അതൊക്കെ ഞാൻ വീട്ടി. നാട്ടില് വന്ന് ഞാൻ കുറച്ച് സ്ഥലം വാങ്ങി, വീട് പണിയൊക്കെ തുടങ്ങി. ഒരു വാഹനത്തിലൊക്കെ പോകുമ്പോ ഞാനൊരു ഭാഗത്ത് വാഹനം നിർത്തി ഇറങ്ങുന്ന സമയത്ത് അവിടുന്ന് കുറച്ച് ആൾക്കാർ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഇനിയിപ്പോ നമ്മളെ പറ്റുന്ന ആവശ്യം ഉണ്ടാവില്ല, അത്യാവശ്യം മൂപ്പരെടുത്ത് പൈസ ഉണ്ട്. കണ്ട ആളുകളെ ഭാഷ. ഇനി നമ്മൾ കൊടുക്കേണ്ട പറ്റുന്ന ആവശ്യം ഉണ്ടാവില്ല. ഇപ്പൊ ഗൾഫ് പോയിട്ട് നല്ല ബർക്കത്തിന് നല്ല പുരോഗതിയിലാണ്. അങ്ങനെ 2 വർഷം കൂടി കഴിഞ്ഞ് ഞാൻ വന്നപ്പോ നാട്ടിൽ നല്ലൊരു ബിൽഡിംഗ് ഞാൻ വേറെ വാങ്ങി.
അപ്പോഴും ഞാൻ ആളുകളിൽ നിന്ന് കേൾക്കുന്ന ഭാഷ ഇതാണ്. 50,000 75,000 ഒക്കെ എനിക്ക് തരാനുള്ള ആൾക്കാരിൽ നിന്ന് കേൾക്കുന്ന ഭാഷ. ഇനി അവരോട് ഞാൻ എങ്ങനെ ചോദിക്കാം? കാരണം അല്ലാഹുവേ നീ എനിക്ക് ഇത്രയും തരം നിയമത്ത് തന്നല്ലോ. പക്ഷെ അപ്പോഴും അവര് പറയുന്നത് എന്താണെന്നറിയാം, നമ്മുടെ ഇതിന് ആവശ്യം ഉണ്ടാവൂല, ആൾക്ക് അത്യാവശ്യം അല്ലാഹു തആല കൊടുത്തിട്ടുണ്ടല്ലോ. പക്ഷെ സഹോദരങ്ങൾ, ആ ഒരു പറച്ചിലുകൊണ്ട് നമ്മളെ ബാധ്യത തീരൂല. അത് കൊടുക്കേണ്ടത് കൊടുക്കുന്ന വേണം, എന്നാലേ അതിന്റെ ഹക്ക് കൂടുള്ളൂ. അതാ ടൈം കണക്കാക്കിയിട്ട് തന്നെ കൊടുക്കണം. ഇത് മറക്കരുത്, അല്ലാഹുവിനുള്ള ഹക്ക് മറക്കരുത്, ജനങ്ങളുമായിട്ടുള്ള ഹക്കും മറക്കരുത്. സഹോദരങ്ങളെ, മറ്റു ഹക്കുകളൊക്കെ ഒരു പക്ഷേ നിർവഹിക്കുന്നുണ്ടാകും. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോട് ബാധ്യതയായിട്ട് നമ്മൾ എണ്ണിപ്പറയും. സലാം മടക്കുക, രോഗസന്ദർശനം നടത്തുക, ജനാസയെ പിന്തുടരുക, അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകളെ സഹായിക്കുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക. അതേ രൂപത്തിൽ തന്നെ ഏതെങ്കിലും ആളുകൾ രോഗികളായി കിടക്കുന്നു എന്ന് അറിഞ്ഞാൽ അവരെ സന്ദർശിക്കുക. ഇങ്ങനെയുള്ള ബാധ്യതകൾ തസ്മീത്തുൽ ആതിസി, തുമ്മിയവൻ അൽഹംദുലില്ലാ എന്ന് ചൊല്ലുമ്പോൾ റഹ്മക്കല്ലാഹ് എന്ന് മറുപടി പ്രാർത്ഥന നടത്തുക. ഇതൊക്കെ ഒരു പക്ഷേ നമ്മിൽ നിലനിൽക്കുന്നുണ്ടാകും. അതോടൊപ്പം തന്നെ മറ്റൊരു ഭാഗത്തെ ബാധ്യതയുണ്ട്. ഈ ബാധ്യതയും കൂടി തീർക്കണം. വീട്ടേണ്ടതുപോലെ അത് വീട്ടണം. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകട്ടെ. ബാധ്യതകളുള്ള ആളുകൾക്ക് നല്ല മാർഗങ്ങളൊക്കെ അല്ലാഹു തുറന്നു കൊടുക്കട്ടെ. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ. അല്ലാഹു തആലാന്റെ കടമ മറക്കരുത്. അല്ലാഹു തആലാക്കുള്ള ഇബാദത്ത് നിർവഹിക്കണം. അത് അല്ലാഹുവിനോട് ഒരാളെയും നിങ്ങൾ പങ്കു ചേർക്കരുത്. അല്ലാഹുവിന്റെ ഇബാദത്ത് പറഞ്ഞ ഉടനെ വബിൽ വാലിദൈനി ഇഹ്സാനൻ, മാതാപിതാക്കൾക്ക് നിങ്ങൾ സേവനം ചെയ്യണം, മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യണം. അല്ലാഹുവിന്റെ ഇബാദത്തിനോട് അല്ലാഹു തആല ചേർത്തി പറഞ്ഞ, അല്ലാഹുവിന്റെ ശുക്റിനോട് അല്ലാഹു തആല ചേർത്തി പറഞ്ഞൊരു ശുക്റാണ് മാതാപിതാക്കൾക്കുള്ള ശുക്ർ. അതൊരു സാധാരണ ശുക്റായി കണക്ക് കൂട്ടരുത്. ബാപ്പാക്കും ഉമ്മാക്കുമുള്ള നന്ദി നമ്മുടെ ജീവിതകാലത്ത് കൊണ്ടത് തീരൂല. ജീവിതത്തിന് ശേഷവും, അവരെ ജീവിതത്തിന്റെ ശേഷവും, അവരെ മരണത്തിന്റെ ശേഷവും കടമകൾ നിലനിൽക്കുന്ന ഒരു വിഭാഗം, കടപ്പാടുകൾ ബാക്കി നിൽക്കുന്ന ഒരു വിഭാഗം മാതാപിതാക്കളാണ്. ഹയാത്ത് കാലത്ത് മാത്രമല്ലല്ലോ അവരോട് ബാധ്യതകളുള്ളത്, മരിച്ചതിന് ശേഷവും ബാധ്യതകളുണ്ട്. സഹോദരങ്ങളെ, എന്റെ മോനെനിക്ക് മരണപ്പെട്ടു പോയാൽ അത്തരത്തിലുള്ള ബാധ്യതകൾ ബാക്കിയില്ല. അതേ സമയത്ത് ബാപ്പക്കും ഉമ്മക്കും ഹക്ക് ബാക്കിയുണ്ടോ? ഉണ്ട്. എന്റെ ബാപ്പയും എന്റെ ഉമ്മയും മരണപ്പെട്ടു നബിയെ, എന്തെങ്കിലും ബാധ്യതകൾ ബാക്കിയുണ്ടോ? തങ്ങൾ പറഞ്ഞു ഉണ്ട്. ഒന്നാമതായി അദ്ദുആഉ ലഹുമാ, ബാപ്പക്ക് ഉമ്മക്ക് വേണ്ടി നീ ദുആ ചെയ്യുക. എന്നും ബാക്കി നിൽക്കുന്ന ഒരു ഹക്കാണത്. ദുആർക്കേണ്ട രൂപം വരെ അല്ലാഹു തആല കൃത്യമായി പഠിപ്പിച്ചു തന്നു. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. അതുപോലെ അല്ലാഹു തആല അർത്ഥവത്തായ ഒരു ദുആ ചെയ്യാൻ വേണ്ടി വേറെ ആർക്കാണ് സഹോദരങ്ങളെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്? ഒരു ചോദ്യം കൂട്ടത്തിൽ നല്ലതാ. മക്കള് വാപ്പാനോട് കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കണോ? നല്ല ചോദ്യം അല്ലേ? എല്ലാരും പറയുന്നത് നല്ല ചോദ്യമാണ്. കടം എന്ന ബാധ്യത നിൽക്കാണെങ്കിൽ തിരിച്ചു കൊടുക്കണം. കടം എന്ന നിൽക്കാണ് വാങ്ങിയത് എങ്കിൽ തിരിച്ചു കൊടുക്കും. അപ്പൊ നിങ്ങൾ എനിക്കൊരു കടം തരണം, നിങ്ങൾ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ബാപ്പ എന്നെ സഹായിക്കണം, ഞാൻ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടിലാണ്. അപ്പൊ ബാപ്പ സഹായിച്ചതാണ്, അത് സഹായമാണ് ചോദിച്ചു വാങ്ങിയത്. സഹായം ചോദിക്കുന്ന ബാപ്പ മനസ്സറിഞ്ഞ് മോനെന്നുള്ളടത്ത് സഹായിക്കാറ്. ബാപ്പ എനിക്ക് കുറച്ച് പണം ആവശ്യമുണ്ട്, കടമായിട്ടാകുമ്പോ കടമായിട്ട് ഇത് വീട്ടണം, അത് ബാധ്യത. ആ ചോദ്യം നേരെ തിരിച്ചുണ്ട്, അവിടെ അത് വരും. തിരിച്ചുകൊണ്ട് ഒരു പാർട്ട് മാത്രമേ ഇതിൽ എഴുതിയിട്ടുള്ളൂ. തിരിച്ചുകൊണ്ട് ഇതിൽ എഴുതിയത് മക്കൾ വാപ്പാനോട് കടം വാങ്ങിയിരുന്നല്ലേ, തിരിച്ചൊരു ഭാഗമല്ലേ? ഒരു ഭാഗവും രണ്ട് ഭാഗവും കടത്തിന്റെ വയസ്സിലാണെങ്കിൽ രണ്ടും വീട്ടേണ്ടത് കൊടുക്കേണ്ടത് തന്നെയാണ്. സഹായം എന്ന അർത്ഥത്തിലാണ് വാങ്ങിയതെങ്കിൽ അത് ആ രൂപത്തിൽ കണക്കൂട്ടിയാൽ അതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല, കൊടുക്കേണ്ടതന്നെ. നിങ്ങൾ നോക്ക്, ഞാനിപ്പോ പറഞ്ഞു വന്നത് ബാപ്പാക്ക് ഉമ്മാക്ക് മരണാനന്തരവും അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന,
അതൊരു ബാധ്യതയാണ് അല്ലേ? മരിച്ചു കഴിഞ്ഞാലും ദ്വാരക്കണം, ബാപ്പക്ക് വേണ്ടി ദ്വാരക്കണം, ഉമ്മക്ക് വേണ്ടി ദ്വാരക്കണം. എത്ര സുന്ദരമായ ദ്വായാണ് അല്ലാഹു തആല പഠിപ്പിച്ചു തന്നത്. ഹയാത്ത് കാലത്ത് ബാപ്പാനോടും ഉമ്മാനോടുള്ള ഹക്ക് വീട്ടണം. അതൊക്കെ വീട്ടിൽ പൊരുത്തത്തോടെ നടക്കുന്ന ആളുകൾക്ക് മരിച്ചതിന് ശേഷം ബാപ്പാനും ഉമ്മാനൊക്കെ നേരത്തെ ഓർമ്മ ഉണ്ടാവും. നമ്മളെ ജീവിതത്തിലുള്ള ഉമ്മമാരെ ഉപ്പമാരെ ജീവിതത്തിലുള്ള ഏറ്റവും നല്ല സുവർണാവസരമാണ് ബാപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുന്ന കാലം. ഉപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുന്ന കാലത്തോളം अप्लाई करें भारत की टॉप कंपनीज में पेड इंटर्नशिप के लिए। प्राइम मिनिस्टर इंटर्नशिप स्कीम, आपके सपनों की उड़ान। ഏറ്റവും നല്ല സന്തോഷത്തിന്റെ, ഏറ്റവും നല്ല മഗ്ഫിറത്തിന്റെ, ഏറ്റവും നല്ല പ്രതീക്ഷയുടെ കാലം അതാണ്. ബാപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തം സമ്പാദിച്ച് നല്ലവരായി ജീവിക്കാൻ, വൈകല്യങ്ങൾ സംഭവിച്ച് മാപ്പ് കിട്ടിയിട്ട് നല്ലവനാകാൻ ഏറ്റവും നല്ല കാലം അതാണ്. തെറ്റുകുറ്റങ്ങൾ ചെയ്തു വന്ന ആളോട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചില്ലേ, ബാപ്പയോ ഉമ്മയോ ആരെങ്കിലും ഹയാത്തിലുണ്ടോ? കുറ്റകൃത്യങ്ങൾ ചെയ്തു വന്ന ഒരാളോട് ചോദിച്ച ചോദ്യമാണ്, ബാപ്പയോ ഉമ്മയോ ആരെങ്കിലും ഹയാത്തിലുണ്ടോ, ജീവിച്ചിരിക്കുന്നുണ്ടോ? ഉപ്പയില്ല, ഉമ്മ ഹയാത്തിലുണ്ട്. എന്നാ നിന്റെ ദോഷങ്ങളൊക്കെ പുറത്തു കിട്ടാൻ നിന്റെ ഉമ്മയോട് നീ ഒന്ന് ദ്വാരക്കാൻ പറയണം. അത് പ്രതീക്ഷയാണ്. ബാപ്പയുടെ ദുആ വലിയ പ്രതീക്ഷയാണ്. മക്കൾ ചെയ്ത അരുതായ്മകൾക്ക് ബാപ്പയും ഉമ്മയും ദ്വാരക്കേ ഉസ്താദേ ദ്വാരക്കണം. ദുആയിൽ അങ്ങനെ ഉത്തരം കിട്ടുമോ? ഉത്തരം കിട്ടും. വർഷങ്ങളോളം തെറ്റുകുറ്റങ്ങൾ ചെയ്ത് നടന്നവർക്ക് അങ്ങനെ ബാപ്പമാര് ദുആ ചെയ്തു കൊടുത്തിട്ടുണ്ട്, ഉത്തരം കിട്ടിയിട്ടുണ്ട്. കേട്ടിട്ടില്ലേ നിങ്ങൾ? ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യാക്കൂബ് അലൈഹിസ്സലാം, യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ 10 മക്കൾ യാക്കൂബ് നബിയോട് വലിയ തെറ്റ് ചെയ്തു. ആ യാക്കൂബ് നബിയോട് മാത്രമല്ല തെറ്റ്, അള്ളാഹുവിനോടും അവരാ ചെയ്തത് തെറ്റ് തന്നെയാണ്. 16-ാമത്തെ വയസ്സില് അവരുടെ സ്വന്തം സഹോദരനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ, കൊച്ചനുജനെ ബാപ്പയിൽ നിന്ന് അടർത്തിയെടുത്തു കൊണ്ടുപോയി ആ സഹോദരനെ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ്, ശുദ്ധമായ കളവല്ലേ വന്നു പറഞ്ഞത്? ശുദ്ധമായ കളവ് 1 വർഷമാണോ പറഞ്ഞത്? 2 വർഷമാണോ പറഞ്ഞത്? ബാപ്പയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ എന്തെല്ലാം വർത്തമാനങ്ങളാ മക്കള് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇതിനോടനുബന്ധമായി തെറ്റുകുറ്റങ്ങൾ പലതും പറഞ്ഞതും ബാപ്പയുടെ പ്രതീക്ഷകൾ അസ്തമിപ്പിക്കുന്ന രീതിയിൽ അവർ സംസാരിച്ചതും 1, 2, 10, 20 വർഷമല്ല. അങ്ങനെ കിണറ്റിലേക്ക് കൊണ്ടുപോയി വലിച്ചെറിഞ്ഞ ശേഷം പിന്നീട് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ യാക്കൂബ് നബി കാണുന്നതിനിടയ്ക്ക് 80 വർഷം കഴിഞ്ഞിട്ടുണ്ട്. 1, 2 വർഷമല്ല, 80 വർഷമായിട്ടുണ്ട്. സഹോദരങ്ങളെ, ഞങ്ങൾ കൊണ്ടുപോയി കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ യൂസുഫ് നബിയാണ്, യൂസുഫാണ് ഇപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ സ്ഥാനം നൽകിയിട്ട് നബിയായിട്ട് മിസ്റിൽ ഇരിക്കുന്നത്, ഭരണം നടത്തുന്നത്, ഞങ്ങൾക്ക് റേഷൻ തന്നത് ഞങ്ങളെ സ്വന്തം സഹോദരനാണെന്നൊക്കെ ബോധ്യപ്പെട്ടപ്പോ മക്കളെല്ലാവരും ബാപ്പാന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, യാ അബാനാ ഇസ്തഗ്ഫിർ ലനാ ദുനൂബനാ ഇന്നാ കുന്നാ ഖാതിഈൻ. ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തു പോയി ബാപ്പാ, ഞങ്ങൾക്ക് വേണ്ടി അല്ലാഹുവോട് നിങ്ങൾ പൊറുക്കലിനെ തേടണം. അങ്ങനെ വന്ന് ചോദിക്കുമ്പോ ബാപ്പാരവിടെ ശാഠ്യം പിടിച്ച് നിൽക്കരുത്. മക്കളെ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ദ്വാരക്കണം. അത് ശരി, നിങ്ങൾ കുറെ കാലം എന്നെ പഠിപ്പിച്ചില്ലേ, ഇനി കുറച്ചു നേരം അവിടെ നിൽക്കി, ഞാനും ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ബാപ്പങ്ങനെ അവിടെ വലിയ ഹൈ റേഞ്ചിൽ നിൽക്കരുത്. ആ മക്കളെ ദുനിയാവിലെയും ആഖിറത്തിലെയും പുരോഗതി ഉദ്ദേശിച്ച് ദ്വാരന്ന് കൊടുക്കണം. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ വേർപാടിൽ ദുഃഖം സഹിച്ച് എത്ര ക്ഷമിച്ചുപോയി. യാക്കൂബ് നബി അലൈഹിസ്സലാം എത്ര ശരീരം മെലിഞ്ഞുപോയി, കണ്ണിൽ നിന്ന് എത്ര കണ്ണീരൊഴുക്കി പോയി, കാഴ്ചക്ക് വരെ സാരമായ പരിക്ക് പറ്റിയില്ലേ? ആ യാക്കൂബ് നബി അലൈഹിസ്സലാം മക്കളോട് പറഞ്ഞു, മക്കളെ
സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി, എന്റെ റബ്ബിനോട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പൊറുക്കലിനെ തേടും. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, റബ്ബ് തആല കൂടുതൽ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടും, നിങ്ങൾ പേടിക്കേണ്ടതില്ല. യാക്കൂബ് നബി അലൈഹിസ്സലാം വെള്ളിയാഴ്ച രാവിലെ എഴുന്നേറ്റു. നാളെ വെള്ളിയാഴ്ചയാണെങ്കിൽ തൊട്ടു തലേന്ന് രാത്രി അത്താഴത്തിന്റെ നേരത്തെ എഴുന്നേറ്റു. മക്കളെ എല്ലാവരെയും വിളിച്ചുണർത്തിയിട്ട് ആ മക്കളെ വൈകല്യങ്ങളൊക്കെ മാപ്പായി കിട്ടാൻ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥന നടത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥന സ്വീകരിച്ചു. മക്കളെ വൈകല്യങ്ങളൊക്കെ അല്ലാഹു തആല മാപ്പാക്കി കൊടുത്തു. ബാപ്പാരും ഉമ്മാരും ജീവിച്ചിരിക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഭാഗ്യമുള്ള സന്തോഷമുള്ള കാലമാണ്. അവരുടെ ഇജാബത്തുള്ള ദുആ പ്രതീക്ഷിക്കാൻ പറ്റുന്ന നല്ല കാലം. അവരുടെ മഗ്ഫിറത്തിന് വേണ്ടി അല്ലാഹുവിനോട് ചോദ്യമുള്ളത് ജീവിതത്തിൽ വലിയ സന്തോഷമായി കിട്ടുന്ന കാലം. അത് ചെറിയൊരു സന്ദർഭമൊന്നുമല്ല. ബാപ്പാർക്ക് ഉമ്മാർക്ക് ജീവിതകാലത്ത് എത്ര ഗുണം ചെയ്യാൻ പറ്റുമോ അത്രയും ഗുണം ചെയ്യണം. മരിച്ചതിന് ശേഷവും അവരോടുള്ള കടപ്പാട് തീരൂല, ദ്വാർക്കണം. 5 വക്ത് നിസ്കരിക്കുന്നുണ്ടോ, നിസ്കാരത്തിന്റെ ശേഷം ഖുർആൻ ഓതുന്നുണ്ടോ, ഓതിയതിനു ശേഷം യാസീൻ ഓതുന്നുണ്ടോ, ഓതുന്നതിന് ശേഷം ദിക്റും സ്വലാത്തും നിർവഹിക്കുന്നുണ്ടോ, അതിനൊക്കെ ശേഷം ബാപ്പാക്ക് ഉമ്മാക്ക് വേണ്ടി നീ ദുആ ചെയ്യണം. എപ്പോഴെല്ലാം നീ ദ്വാർക്കുന്നുണ്ടോ ആ ദുആയിലൊക്കെ ഒരു പങ്ക് കൊടുക്കണം. ഏതെല്ലാം ഘട്ടങ്ങളിൽ നിനക്ക് ദ്വാർക്കാൻ അവസരം കിട്ടുന്നുണ്ട് അപ്പോഴൊക്കെ ബാപ്പക്കും ഉമ്മക്കും വേണ്ടി ദ്വാർക്കണം. വൽ ഇസ്തിഗ്ഫാറു ലഹുമാ, അവർക്ക് വേണ്ടിയുള്ള കടപ്പാട്, അവർക്ക് വേണ്ടി മാപ്പ് ചോദിക്കണം അല്ലാഹുവിനോട്, മഗ്ഫിറത്ത് ചോദിക്കണം ബാപ്പക്ക് ഉമ്മക്ക് വേണ്ടി. ബാപ്പയും ഉമ്മയും ചെയ്തു പോയ വൈകല്യങ്ങളൊക്കെ മാപ്പാക്കി കൊടുക്കാൻ വേണ്ടി അല്ലാഹുവിനോട് വേറെ തന്നെ ചോദിക്കണം. നേരത്തെ ദ്വാർക്കണമെന്ന് പറയുന്ന ദുആ അത് അല്ലാഹു തആല തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് പുറമെ അല്ലാഹ് എന്റെ ബാപ്പക്ക് എന്റെ ഉമ്മക്ക് എന്തെങ്കിലും ചെറുതോ വലുതോ വൈകല്യങ്ങൾ ദോഷങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നീ അത് പുറത്തു കൊടുക്കണം. അവരെ നീ ശിക്ഷിക്കരുത്, ഖബറിൽ നീ ഫിത്നയിലാക്കരുത്, അവരെ പരീക്ഷണത്തിലാക്കരുത്. പരീക്ഷണത്തിൽ എന്നും അങ്ങനെ തന്നെ മുന്നോട്ട് നീങ്ങുന്നവരാകരുത്. നല്ല അവസ്ഥ നീ അവർക്ക് പ്രദാനം ചെയ്യണം. മക്കളുടെ ഇസ്തിഗ്ഫാർ കൊണ്ട് ബാപ്പക്കും ഉമ്മക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കുന്ന സംവിധാനമുണ്ട്. അതിനത് ചോദിക്കണം. മൂന്നാമതായി പഠിപ്പിച്ചു വൈഫാദു അഹദിഹിമാ, അവർക്കുള്ള വാഗ്ദാനങ്ങൾ നിർവഹിക്കണം. ബാപ്പയും ഉമ്മയും വാഗ്ദത്തം ചെയ്തു വെച്ച വാഗ്ദാനങ്ങൾ അത് നിറവേറ്റണം. അത് നമ്മുടെ ജീവിതത്തിലെ അവര് നമുക്ക് തരുന്ന സമ്പത്തുമായി ബന്ധപ്പെട്ടതാകാം, മറ്റു പലവിധേന ബന്ധപ്പെട്ടതാകാം. ഒരുപക്ഷെ അവര് നേർച്ചയാക്കിയിട്ടുണ്ടാവും, ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവൂല. നമ്മളോട് ആ നേർച്ച കൂട്ടാൻ പറയും. അത് വാഗ്ദാനാണ്, വാഗ്ദത്താണ്, നേർച്ച കൂട്ടാൻ. വസിയത്തുകൾ ഉണ്ടാവും. പാപ്പാന്റെ വസിയത്ത്, മക്കളെ ഏൽപ്പിക്കുന്ന വസിയത്ത്, ബാപ്പ ഏൽപ്പിക്കുന്ന വഖഫ് നിർവഹിക്കാൻ വേണ്ടി പറയും. മക്കളിൽ ചിലർക്കൊക്കെ ചിലത് കൊടുക്കാൻ വേണ്ടി ബാപ്പ ആഗ്രഹിച്ചിട്ടുണ്ടാകും, നടന്നിട്ടുണ്ടാകൂല. പക്ഷെ മക്കളെ വിളിച്ച് ഏൽപ്പിക്കുകയാണ്, ഇനിയും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കണം. അതൊക്കെ വാഗ്ദത്തങ്ങളാണ്. ആ വാഗ്ദത്തങ്ങളൊക്കെ നിറവേറ്റണം, പൂർത്തീകരിക്കണം. വൈക്റാമു സ്വദീഖിഹിമാ, ബാപ്പയുടെയും ഉമ്മയുടെയും സുഹൃത്തുക്കളെ ആദരിക്കണം, ബഹുമാനിക്കണം. ബാപ്പാന്റെയും ഉമ്മാന്റെയും സുഹൃത്തുക്കളെ ബഹുമാനിക്കുന്ന നല്ല സിറ്റുവേഷൻ ഒക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ നോക്കി, എല്ലാ നാട്ടിലും അതിന് ക്രമേണ 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 ആ ബാധ്യത നിർവഹിക്കുന്നിടത്ത് കുറവ് വന്നുകൊണ്ടിരിക്കും. ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ തീരെ ഇല്ലാതാകുമെന്നുള്ള പേടിയാണ്. നാടുകളിലൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവിടെ ഇപ്പൊ വർഷാവർഷം ഉറൂസ് നടക്കുന്നു അല്ലെ, എല്ലാ വർഷവും. നമ്മളെ പുറയിലൊക്കെ വാപ്പാരിമാരൊക്കെ ആണ്ട് 1, 2, 3 എത്ര കഴിഞ്ഞു. ആ ആണ്ടിലേക്ക് പാപ്പാന്റെയും ഉമ്മാന്റെയും കൂട്ടുകാരികളൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ഒരു ഭക്ഷണം കൊടുത്തിട്ട് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു ബന്ധം പുതുക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നില്ല. ഒന്ന് അന്വേഷിച്ച് നോക്കി എത്ര ആൾക്കാർ തുടരുന്നുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ പേരിൽ ആടിനെ അറുത്തിട്ട് ആ ആടിന്റെ മാംസം ആർക്കാ കൊടുത്തയച്ചത്? ഖദീജ റളിയല്ലാഹു അൻഹയുടെ കൂട്ടുകാരികളിലേക്കാ കൊടുത്തയച്ചത്. അങ്ങനല്ലേ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ.
അങ്ങനെ ഒരു സംഗതി നാട്ടിലൊക്കെ ഉണ്ടായിരുന്നില്ലേ? പക്ഷെ എവിടെ ആ വാപ്പാരിമാര് സമ്പത്തിലല്ലേ ബാക്കി അങ്ങനെ ജീവിച്ചു പോണു. പിന്നെ ഏതെങ്കിലുമൊക്കെ പരിപാടികൾ ഉണ്ടാകുമ്പോ വാപ്പ മരിച്ച ദിവസമാണ് മാസാണെന്ന് ദ്വാരക്കണം കേട്ടോ, ഒരു 50 റുപ്യ ദ്വാരക്കണം, ഒരു 101 റുപ്യ സംഭാവന അതിലൊതുങ്ങി. വീട്ടിലേക്കൊക്കെ വിളിച്ച സ്നേഹബന്ധമൊക്കെ പുലർത്തി അവർക്ക് ഒരു ആദരവോ കൊടുത്തിട്ട് ഭക്ഷണം കൊടുക്കുന്ന ഒരു പരിപാടി നല്ല രൂപത്തിൽ നിലനിന്നിരുന്നു. തുടരണം സഹോദരങ്ങളെ. ബാപ്പയോടും ഉമ്മയോടൊക്കെ ബന്ധമുള്ള ബാധ്യതയുള്ള ആൾക്കാർ തുടരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. ഇക്റാമു സ്വദീഖിഹിമാ, ബാപ്പാന്റെയും ഉമ്മാന്റെയും കൂട്ടുകാരല്ല. അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞിട്ടെന്താ കാര്യം? അതിന്റെ ബാപ്പാന്റെ കൂട്ടുകാരനാണ്, അതിന്റെ ഉമ്മാന്റെ ഒപ്പം പോലും പഠിച്ചതാണ്, ഒപ്പായിരുന്നു അവരൊക്കെ ഉണ്ടായിരുന്ന പല സംഗതികൾക്കും. അതിങ്ങനെ നാലാളോട് മാത്രം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു ഇക്റാം, ഒരു ആദരവ്, ഒരു ബഹുമാനം ആ കൂട്ടുകാർക്ക് കൂട്ടുകാരികൾക്ക് നൽകുന്ന ഒരു സ്വഭാവം, അത് ബാപ്പയോടും ഉമ്മയോടുള്ള ബാധ്യത മരിച്ചതിന് ശേഷം നിറവേറ്റുന്നതിൽ പെട്ടതാണ്. അഞ്ചാമത്തെ ഒന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ബാപ്പയുടെയും ഉമ്മയിലെയും ചേർക്കപ്പെടുന്ന ബന്ധങ്ങൾ, ആ ബന്ധങ്ങൾ തുടരണം. ബാപ്പയിലൂടെ ചേർക്കപ്പെട്ടിരുന്ന ബാപ്പാന്റെ കുടുംബക്കാരോടുള്ള ചേർച്ചയും ബന്ധവും, ഉമ്മയിലൂടെ ചേർക്കപ്പെട്ടിരുന്ന ഉമ്മാന്റെ കുടുംബക്കാരിലൂടെയുള്ള ബന്ധങ്ങൾ, അത് ഉമ്മ മരിക്കലോടെ അസ്തമിച്ചു പോകാൻ പാടില്ല, തുടരണം. ആ ബന്ധങ്ങൾ അങ്ങനെ പുലർത്തിക്കൊണ്ടിരിക്കണം. ഉമ്മയുണ്ടാകും ആ ബന്ധങ്ങളൊക്കെ നമ്മളങ്ങനെ നിലനിർത്തിയിരുന്നു, ആ സ്നേഹബന്ധങ്ങൾ അങ്ങനെ പാലിച്ചിരുന്നു. ഉപ്പയുണ്ടാകുമ്പോഴും അത് നനച്ച് വളർത്തിയിരുന്നു. ഇനിയും അത് വേണം. അവരിലൂടെ ചേർക്കപ്പെട്ടിരുന്ന ബന്ധങ്ങൾ വീണ്ടും സ്ഥാപിക്കണം. ഇന്ന അബല്ലൽ ബിർരി അയ്യസിലർ റജുലു ഉദ്ദബി, ചെയ്യുന്ന ഗുണങ്ങളിൽ നല്ല ഗുണമാണ് ഒരാളയാളെ ഉപ്പാന്റെ ഉമ്മാന്റെ കുടുംബക്കാരോട്, അവരുടെ ബന്ധുക്കളോട് സ്നേഹബന്ധം പുലർത്തുന്നത്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് സ്നേഹബന്ധം പുലർത്തണം. വിശാലമായ ഒരു കാര്യമാണ്. പല ഉപദേശങ്ങളിൽ നിന്നും നിങ്ങൾ അത് കേട്ടിട്ടുണ്ടാകും. ഖുർആൻ പറയുന്നു വബിദിൽ ഖുർബാ, കുടുംബക്കാരോടും സേവനം ചെയ്യണം, അവർക്കും ഗുണം ചെയ്യണം, ബന്ധം നിലനിർത്തണം. കുടുംബക്കാരോട് ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? കുടുംബക്കാരോട് ഏറ്റവും വലിയ ബന്ധം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, കുടുംബക്കാരോടുള്ള ഏറ്റവും നല്ല സേവനവും സ്നേഹബന്ധവും അവരുമായിട്ട് എപ്പോഴെങ്കിലും കശപിശയുണ്ടാകുമ്പോ അത് ബന്ധവിച്ഛേദത്തിന് കാരണമാകാതെ നല്ല രൂപത്തിൽ ആ ബന്ധം ഊട്ടി ഉറപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവ്, അതാണ് ഏറ്റവും നല്ല ബന്ധം. സഹോദരങ്ങളെ, വിളിക്കുന്ന കല്യാണങ്ങൾക്ക് ഒരു പക്ഷേ നമ്മൾ പോയിട്ടുണ്ടാകും, പക്ഷേ ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന രൂപത്തിലായിട്ടുണ്ടാകൂല. വിളിച്ചു, ക്ഷണം സ്വീകരിച്ചു, എല്ലാരും ചോദിക്കൂലേ അയാൾ വന്നീലേ എന്ന നിലക്ക് നമ്മൾ പോയി കൊടുക്കുന്നു. പല ക്ഷണങ്ങൾക്കും അങ്ങനെ സ്വീകരിക്കുന്നു. പക്ഷേ ഇപ്പോഴും ഉണ്ട് ആ ബന്ധവിച്ഛേദനം. അതില്ലാതെ തുടർന്നു കൊണ്ടുപോകുന്ന ബന്ധമാണ് ഏറ്റവും നല്ല ബന്ധം. ലൈസൽ വാസിലു ബിൽ മുകാഫി, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, യഥാർത്ഥ കുടുംബ ബന്ധം പുലർത്തുന്ന ആള് പകരം കൊടുക്കുന്നവൻ അല്ല, പ്രത്യുപകാരം നൽകുന്നവനല്ല. ഇങ്ങോട്ട് വന്നപ്പോ നമ്മുടെ വീടിന്റെ ഉദ്ഘാടനത്തിന്റെ അന്ന് ഒരു ഫർണിച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്, അങ്ങോട്ടും അങ്ങനെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അത് പകരത്തിനുള്ള പകരം അത് കുടുംബക്കാരും അല്ലാത്തതൊക്കെ ചെയ്യും. അതല്ല യഥാർത്ഥ ബന്ധു എന്ന് പറയുന്നത്. വലാകിന്നൽ വാസിൽ അല്ലദീ ഇദാ ഖുതിയതു റഹ്മുഹു വസലഹാ, ബന്ധം മുറിക്കപ്പെട്ടു ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. മാസൂമികളൊന്നുമല്ലല്ലോ പ്രശ്നം ഉണ്ടാകാൻ. പക്ഷെ ഉണ്ടായ മുറിഞ്ഞ ബന്ധം മരിച്ചിട്ടും തീരാത്ത, മക്കളിലൂടെയും കൂടി പരിഹരിക്കാതെ അങ്ങനെ അങ്ങോട്ട് അറ്റുപോയ രീതിയിലാകരുത്, ചേർക്കാൻ കഴിയണം. അപ്പൊ പലരും വന്നിട്ട് നമ്മളോട് പറഞ്ഞു, ഏതായാലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഹജ്ജിന് പോകൽ, ഇങ്ങനെ ഒരു മുറിഞ്ഞ ബന്ധം ഉണ്ടല്ലോ, അതൊന്നും നന്നാക്കിക്കൂടെ എന്ന് പറഞ്ഞപ്പോ നമ്മള് പറഞ്ഞു, അതിന് ഇനിയും സമയം എമ്പാടും ബാക്കിയുണ്ടല്ലോ, അതിനി അവസരങ്ങൾ ഒരുപാട് ബാക്കിയുണ്ടല്ലോ, ചിലര് പറഞ്ഞു ഞാൻ ഹജ്ജിന് പോയിട്ട് മരിക്കാനൊന്നും പോകല്ലോ, തിരിച്ചു വരാൻ വേണ്ടി പോകല്ലേ, ഇപ്പോഴായിട്ട് എന്തിനാ ബന്ധം പുലർത്തി പോകുന്നത്? അറ്റുപോയ ബന്ധങ്ങൾ ചേർക്കാനാണ് ശ്രമം വേണ്ടത്. നമ്മോടിങ്ങോട്ട് എതിർപ്പ് പ്രകടിപ്പിച്ച ആളുകളിലേക്ക് തിരിച്ചങ്ങോട്ട് എന്നിട്ടൊരു ബന്ധം പുലർത്തുക എന്ന് പറഞ്ഞാൽ റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് തരുന്ന വലിയ വലിയ മഹത്വത്തെ നോക്ക് നിങ്ങൾ.
ഒരു ഭാഗത്തുനിന്ന് മാത്രം ചേർക്കപ്പെടുന്ന ബന്ധാണ് ഒരാൾക്കുള്ളതെങ്കിൽ പോലും ഒഴിവാക്കരുത് എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂലേ, എനിക്കൊരു കുടുംബക്കാരുണ്ട്, ഞാൻ അവരോട് വേണ്ട രീതിയിലൊക്കെ ബന്ധം പുലർത്തും, പക്ഷെ അവരെന്നോട് ബന്ധം മുറിക്കും. ഞാൻ അവര് വിളിക്കുന്നിടത്തൊക്കെ പോകും, ഞാൻ വിളിക്കുന്നതിന് അവര് വരൂല. ഞാൻ അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യും, ഇങ്ങോട്ട് ഒരു സഹായം കിട്ടൂല, ചെയ്യാൻ കഴിവുണ്ടെങ്കിലും തരൂല. അങ്ങനത്തെ ഒരു ടീമാണ്. ഇനി മേലാൽ അങ്ങോട്ട് പോകണ്ടെന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്. പോകണം, ബന്ധം തുടരണം. ഫഇൻ കുൻത കമാ ഖുൽത ഫകഅന്നമാ തുസിഫുഹുൽ മല്ലാ. നിങ്ങൾ പറഞ്ഞ രീതിയിലാണോ നിങ്ങൾ നിലനിൽക്കുന്നത്, എന്നാൽ അവർക്ക് ചൂടുള്ള വെണ്ണീർ തീറ്റിച്ചതുപോലെയാണ്. വലാ യസാലു മഅക മിനല്ലാഹി ദഹീർ. അല്ലാഹുവിൽ നിന്ന് വലിയൊരു സഹായി എപ്പോഴും നിങ്ങളെ കൂടെയുണ്ട്. നിങ്ങൾ പരാജയപ്പെടില്ല. നിങ്ങളെ കൂടെ അല്ലാഹുവിൽ നിന്ന് എപ്പോഴും ഒരു സഹായി. നിങ്ങൾ കാണുന്നതോ കാണാത്തതോ ആകട്ടെ, അല്ലാഹു നിങ്ങൾക്ക് തരും. ഒരു നിലക്കും നിങ്ങൾ തകരൂല. ആ ബന്ധം അങ്ങനെ തന്നെ തുടരണം. സത്യത്തിലെ വൺ വേ ആണ്. വൺ വേ ബന്ധം എല്ലാവർക്കും താല്പര്യം ഉണ്ടാകൂല. ഒരു ഭാഗത്തുനിന്ന് മാത്രം ബന്ധം. പൊതുവെ ആൾക്കാർ പറയില്ലേ, നമ്മളെ വീട്ടിൽ ആദ്യം ഒരു കല്യാണം നടന്നിട്ട് അവരെ വിളിച്ചവര് വന്നില്ല, രണ്ടാമത് വിളിച്ചു അപ്പോഴും വന്നില്ല, നമ്മൾ ഇത്രയും വലിയ ബന്ധുക്കളായിട്ട് പോലും അവർ വന്നില്ല, പിന്നെ അവര് വിളിക്കുന്നതിനൊക്കെ നമ്മൾ എന്തിനാ പോകുന്നത്? പോകണം. കണക്ക് കൂട്ടൽ പൊതുവെ എങ്ങനെ വരിക? എന്നിട്ട് വിളിച്ചിനൊന്നും വന്നില്ലല്ലോ, അങ്ങനെ ഉണ്ടാകും ചില ആൾക്കാർ. അല്ലാതെ അനുഭവിച്ച സ്വഹാബി അങ്ങനെ പറയില്ലല്ലോ. ഒരു സ്വഹാബി പറഞ്ഞത്, എനിക്കങ്ങനെ ഒരു കുടുംബക്കാരുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇനി മേലാൽ അവരെ വീട്ടിലേക്ക് പോകരുത് എന്നല്ല ഞങ്ങൾ പറഞ്ഞത്. പോകണം, തുടരണം, നിലനിർത്തണം ആ ബന്ധം. അതിൽ നിങ്ങൾക്ക് അല്ലാഹുവിൽ നിന്ന് പ്രത്യേക സഹായം ഉണ്ട്. പരാജയം നിങ്ങൾക്ക് ഏൽക്കേണ്ടി വരൂല. സഹോദരങ്ങളെ, ഈ രൂപത്തിൽ കുടുംബക്കാരോട് സേവന നിരതരായി സഹായികളായി തുടരണം. നാട്ടിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ ഖൈറാത്തുകൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനാദ്യം പരിഗണിക്കേണ്ട വിഭാഗം ആരാണെന്ന് ചോദിക്കുമ്പോ അതിനും ഉത്തരം കുടുംബക്കാര് എന്നാണ്. ഏറ്റവും കൊടുക്കാൻ നമ്മളെടുത്ത് ഒരു കോള് ബാക്കിയുണ്ട്, നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് റമദാൻ മാസമൊക്കെ അല്ലേ, നല്ലൊരു സ്വതക്ക കൊടുക്കണമെന്ന് കൽബിൽ ഇങ്ങനെ തോന്നിയാണ്. പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്, കുറച്ച് കൊടുക്കണം ഇങ്ങനെ തോന്നിയാണ്. കച്ചവടം ചെയ്തിട്ട് നല്ല പുരോഗതി ലാഭവും കിട്ടിയതാണ്. ആരെ മുന്തിക്കേണ്ടത്? കുടുംബത്തെ മുന്തിക്കണം. പക്ഷെ പൊതുവെ എന്താ തോന്നുന്നത്? കുടുംബക്കാർ കൊടുക്കണം, കൊടുത്താ നന്ദി ഉണ്ടാവില്ല. പിന്നെ എപ്പോഴെങ്കിലും കാണുമ്പോ നിങ്ങളിൽ നിന്ന് കിട്ടിയിട്ടാണ് അങ്ങനെ ആയത് ഇങ്ങനെ ആയത് നാലാൾ പറയണ്ടേ? അങ്ങനെ പറഞ്ഞാ കൊടുക്കണേ? അങ്ങനെ പറയാനാണോ ഈ കൊടുക്കുന്നൊക്കെ? അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ കേട്ടിട്ട് എന്ത് കാര്യം കിട്ടാനാ കൊടുത്തതിൽ? അങ്ങനെ പറയാനല്ലല്ലോ കൊടുക്കുന്നത്. അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കാംക്ഷിച്ചല്ലേ കൊടുക്കുന്നതും വീട്ടുന്നതും. അതിന് മുന്തിക്കേണ്ടതും പരിഗണിക്കേണ്ടതും കുടുംബക്കാരെയാണ്. സുബ്ഹാനല്ലാഹ് വബിദിൽ ഖുർബാ വൽ യതാമാ. അനാഥകൾക്കും സേവനം ചെയ്യണം. വൽ ജാരിദിൽ ഖുർബാ വൽ ജാരിൽ ജുനുബ്. അടുത്ത ബന്ധുക്കളായ അയൽവാസികൾക്കും അകന്നവരായ അയൽവാസികൾക്കും സേവനം ചെയ്യണം. അയൽവാസികൾക്കും ഉപകാരം ചെയ്യണം. അയൽവാസികൾക്കും ഗുണം ചെയ്യണം. സഹോദരങ്ങളെ, ചിലപ്പോഴൊക്കെ സ്വന്തം അടുത്ത അയൽവാസികളുടെ വീട്ടിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ, അത്യാവശ്യങ്ങൾ ഉണ്ടെന്നറിഞ്ഞാൽ ചോദിക്കാതെ തന്നെ പറയാതെ തന്നെ സഹായിക്കാനുള്ള സന്മനസ്സുണ്ടോ? അത് വലിയ സേവനമാണ്. ഒരു വാക്കുകൊണ്ടും ഒരു പ്രവൃത്തി കൊണ്ടും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണി പറഞ്ഞ ബന്ധങ്ങളെ കൂട്ടത്തിൽപ്പെട്ടതല്ലേ മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വാസമുള്ളവൻ ഫല്യുക്രിം ജാറഹു. അവന്റെ അയൽവാസിയെ ആദരിക്കണം, ബഹുമാനിക്കണം. ഫലാ യുദി ജാറഹു. അയൽവാസിയെ ശല്യം ചെയ്യരുത്. അയൽവാസിക്ക് ഇടങ്ങേറുണ്ടാക്കരുത്. അയൽവാസിക്ക് ലഭിക്കുന്ന നന്മകളൊന്നും മുടക്കരുത്. അയൽക്കാരൻ എന്ന നിലക്കുള്ള എല്ലാവിധ ബഹുമതിയും കൊടുക്കണം, എല്ലാവിധ ബഹുമാനവും കാണണം. എന്തെങ്കിലും ചില അത്യാവശ്യങ്ങൾ അവന് വേണ്ടി വന്നാൽ നിന്റെ വക്കലതുണ്ട്. ചോദിക്കാതെ തന്നെ നിനക്കത് മനസ്സിലായാൽ നീ അവനെ സഹായിക്കുകയാണെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നിന്നെ പരിഗണിക്കുന്ന പരിഗണന ചെറുതല്ല.
കാരണം നിന്റെ അയൽക്കാരനെ നീ മറക്കാത്തവനാണ്. എപ്പോഴും അയൽവാസികളുമായി നല്ല സ്നേഹബന്ധം പുലർത്തിയിട്ട് ഒത്താശ ചെയ്തിരുന്നവരല്ലേ മഹാന്മാരും മഹതിമാരും ഒക്കെ. ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രിയ്യ റളിയല്ലാഹു അൻഹാ അവരുടെ തൊട്ടടുത്ത് അയൽവാസികളായി താമസിച്ചിരുന്നവർ മജൂസികളായിരുന്നു. തീയിനെ ആരാധിച്ച് ജീവിച്ചിരുന്ന അമുസ്ലിം സഹോദരന്മാരായ ഒരു കുടുംബമാണ് താമസിച്ചിരുന്നത്. എന്നാലും നഫീസ റളിയല്ലാഹു അൻഹ അവർക്ക് നല്ല സഹായം ചെയ്തിരുന്നു. ആ വീട്ടിൽ കയ്യിനും കാലിനും തളർച്ച ബാധിച്ചൊരു പെൺകുട്ടിയുണ്ട്. നടക്കാൻ ശേഷിയില്ലാത്ത ഒരു കുട്ടി. വീട്ടുകാർ പുറത്ത് എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ ഈ കുട്ടിയെ നോക്കുമോ എന്ന് ചോദിക്കുമ്പോ നഫീസ റളിയല്ലാഹു അൻഹ കുട്ടിയെ ഏറ്റെടുക്കും. അവര് തിരിച്ചു വരുന്നത് വരെ ആ വീട്ടിൽ ശുശ്രൂഷിക്കും. ഇന്ന് നമ്മളോട് അങ്ങനെ വന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയാ? ഏറ്റെടുക്കുന്ന ആളുകളാണെങ്കിൽ വലിയ സഹവാസികളായിരിക്കും അവര്. വലിയ ദർജയാണ് അല്ലാഹു തആല നൽകുന്നത്. ചെറുതൊന്നുമല്ല, ചെറിയ കൂലിയൊന്നുമല്ല. അയൽവാസികളെ ബഹുമാനിക്കുന്ന, അയൽവാസികളെ സ്നേഹിക്കുന്ന ആളുകൾക്കുള്ള പ്രതിഫലങ്ങൾ അത് പറയുകയാണെങ്കിൽ അതിൽ തന്നെ വേണം ഒരു ദിവസം ഒന്നായിട്ട്. അത്രയും മഹത്വങ്ങളുണ്ട്. അയൽവാസികളെ കാണുമ്പോ ഒന്ന് മുഖത്തോട് മുഖം നോക്കി ഒന്ന് പുഞ്ചിരിച്ചാൽ തന്നെ വലിയ ഖൈറാണ്. ഒന്ന് സന്തോഷത്തോടെ നമ്മളോട് നമ്മളെ കുട്ടി പറയണം, ഉമ്മ നമ്മളെ അയൽവക്കത്തെ വീട്ടിലെ ആ ടാങ്ക് നിറഞ്ഞൊലിച്ചു പോകുന്നുണ്ട്, ഒന്ന് ഫോണിൽ ഒന്ന് നെക്കിയിട്ട് ഒന്ന് വിവരം അങ്ങോട്ട് അറിയിക്കണം. അവരറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അത് പ്രശ്നാക്കണ്ട മോനെ, അവിടെ ഇഷ്ടംപോലെ വെള്ളം കിണറ്റിലുണ്ട്. കുറച്ചങ്ങോട്ട് ഒഴുകിയിട്ട് ആ ടാങ്ക് ഒക്കെ ഒന്ന് വൃത്തിയായിക്കോട്ടെ. നമ്മളെ സന്മനസ്സകരല്ലേ? ഒന്ന് ഫോണും നക്കിയിട്ട് പിന്നെ മോട്ടർ അവിടെ നിറഞ്ഞ് വെള്ളം നിറഞ്ഞു ഒഴുകുന്നുണ്ടല്ലോ, സ്വിച്ച് ഓഫ് ആക്കാൻ മറന്നോ? ആ സുബ്ഹാനല്ലാഹ്, ആ സ്വിച്ച് ഇട്ടത് ഓർമ്മല്ല. പെട്ടെന്ന് ആ വീട്ടിലെ ഉമ്മ അല്ലെങ്കിൽ ഉപ്പ വന്നിട്ട് ആ സ്വിച്ച് ഒന്ന് ഓഫ് ആക്കിയിട്ട് ആ വെള്ളം ഒന്ന് കറക്റ്റ് ആക്കി വെച്ചാൽ എത്ര വലിയൊരു സഹകരണമാണത്, എത്ര വലിയൊരു സഹായമാണത്. നമ്മളെ വീട്ടിന്റെ മുറ്റത്തുകൂടെ പോയൊരു നായ, ആ നായ നേരെ കയറിയത് അയൽക്കാരന്റെ വീട്ടിലെ ഗേറ്റ് അടച്ചിട്ടില്ലായിരുന്നു, നേരെ വരാന്തയിലേക്ക് കയറി ഒന്ന് ചുറ്റി ഇങ്ങനെ കറങ്ങി. നായ അവിടെ കൊന്നിങ്ങനെ വാസനിച്ച് ചില ഭാഗത്തൊക്കെ ഇങ്ങനെ അതിന്റെ നാവ് കൊണ്ട് നക്കി തുടച്ച് ഒന്നിങ്ങനെ ഇറങ്ങിപ്പോകുമ്പോ കണ്ട നമുക്ക് വലിയൊരു ബാധ്യത ഉണ്ട്, ഉണർത്തൽ ഇല്ലേ? നമ്മൾ കണ്ടിട്ടും ഉണർത്താതിരുന്നാൽ ആ വീട്ടുകാരുടെ ഇബാദത്ത്, ഏതെല്ലാം തരത്തിലുള്ള ഇബാദത്ത് ഫാസിദാകും, ഒക്കെ നമ്മൾ ഏറ്റെടുക്കണ്ടേ? അയൽക്കാരെന്നവർക്ക് പെട്ടെന്ന് നമ്മൾ പോയി ഉണർത്തേണ്ട ഒരു വിഷയമല്ലേ? നിങ്ങൾ നോക്ക്, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. എന്തെല്ലാം വലിയ വിഷയങ്ങളുണ്ട്. നമ്മുടെ അയൽക്കാരൻ, നമ്മുടെ അയൽവക്കത്ത് താമസിക്കുന്ന ആളുകൾക്ക് നമ്മൾ സുരക്ഷയാണ്, നമ്മൾ സഹായിയാണ്, നമ്മൾ അവർക്ക് അഭിമാനമാണ്, നമ്മൾ അവർക്ക് സന്തോഷമാണ്, നമ്മൾ അവർക്ക് സുരക്ഷയാണ് എല്ലാ വിധത്തിലും. സുബ്ഹാനല്ലാഹ്, നഫീസത്തുൽ മിസ്രിയ്യ റളിയല്ലാഹു അൻഹ എന്നും ഈ കുട്ടിയെ സ്വീകരിക്കും. ഇവിടെ വെച്ചോളൂ. ആ വീട്ടിലുള്ള ആ മജൂസിയായ ആണും പെണ്ണും അവര് ചിലപ്പോൾ പോയി, ചിലപ്പോൾ രാവിലെ പോയി വൈകുന്നേരം അപ്പോഴും ആ കുട്ടിയെ ആ ഉമ്മ വാതിലിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി ഏൽപ്പിക്കും. അവർ കൊണ്ടുപോകും എല്ലാ ദിവസവും അവിടെ. ഈ കുട്ടിക്ക് നടക്കാൻ കഴിയൂല, കയ്യിനും കാലിനും സ്വാധീനമല്ല. പക്ഷെ ഉമ്മ നഫീസ ബീവി റളിയല്ലാഹു അൻഹ കുട്ടിയെ ഏറ്റെടുക്കും. അയൽവാസിയുടെ കുട്ടിയല്ലേ, ഏറ്റെടുക്കും. നമ്മളെന്താ പറയാ, കുട്ടിനെ സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനം അവിടെ ഉണ്ട്, അങ്ങോട്ട് അവിടെ പേര് പറഞ്ഞിട്ട് അങ്ങോട്ട് അവിടെ തൽക്കാലാക്കിയിട്ട് എന്തെങ്കിലും ചില്ലറ ഫീസും കൊടുത്ത് വൈകുന്നേരം കൊണ്ട് വരുമ്പോ കുട്ടിക്കൊടു. അയൽവാസിയുടെ കുട്ടിയല്ലേ, അവരോട് ചെയ്യുന്ന വലിയൊരു സഹായം. ഫീസ ബീവി റളിയല്ലാഹു അൻഹ ഒരു ദിവസം ആ കുട്ടിയെ അങ്ങനെ ഏറ്റുവാങ്ങി. സുബ്ഹാനല്ലാഹ്, മഹദി ഉളു എടുത്തു വരുന്ന സമയത്ത് ഈ കുട്ടി എങ്ങനെ പതുക്കെ അതിന്റെ മുട്ട് വെച്ച്, കാൽമുട്ട് വെച്ചുകൊണ്ട് വേച്ച് ആ കുട്ടി എങ്ങനെ ഇയഞ്ഞു നീങ്ങുന്നുണ്ട്. രണ്ട് കാൽപാദം കൊണ്ട് നടക്കാൻ കഴിയാത്ത, രണ്ട് കൈയിന് പൂർണ്ണമായ സ്വാധീനമില്ലാത്ത കുട്ടി. ആ കുട്ടിയുടെ ശരീരത്തിലേക്ക് ബീവി നഫീസ റളിയല്ലാഹു അൻഹ ഉളു എടുത്തു വരുന്ന ആ ഉളുവിന്റെ വെള്ളത്തിൽ നിന്ന് ബാക്കിയുള്ളത് മുഖഭാഗത്തു നിന്നും കൈഭാഗത്തു നിന്നും ശരീരത്തിലേക്ക് ഊറ്റിയിട്ട് ഈ കുട്ടിക്ക് നല്ല ഒരു ആഫിയത്ത്
ആഫിയത്ത് അല്ലാഹു തആല നൽകി. നടക്കാൻ കഴിയാത്ത കുട്ടി, ആരോഗ്യവതിയായ ആ കുട്ടി എഴുന്നേറ്റ് നിന്നു. കയ്യിനും കാലിനും ഒക്കെ ഒരു പൂർണ്ണ സ്വാധീനം വന്നു. ആ കുട്ടിയുടെ ഉമ്മ വന്ന് വാതിലിന് മുട്ടുമ്പോ കതക് തുറന്നു കൊടുത്തുകൊണ്ട് കുട്ടി ഉമ്മാന്ന് വിളിക്കുന്നു. ഉമ്മ ചോദിക്കുന്നു, നീ ഏതാണ് മോളെ? നിന്നെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ, നീ പുതിയ ആരെങ്കിലുമാണോ? ഗസ്റ്റായി വന്നതാണോ? എന്താ ഉമ്മ നിങ്ങൾ പറഞ്ഞു? ഞാൻ നിങ്ങളെ മോളാണ്. എന്റെ മോൾക്ക് നടക്കാൻ കഴിയൂലല്ലോ, ആ നടക്കാൻ കഴിയാത്ത മോള് തന്നെയാണ് ഞാൻ. ബീവി നഫീസ റളിയല്ലാഹു അൻഹ ഉളു എടുത്ത് വരുമ്പോ ഉളുവിന്റെ ബാക്കിയുള്ള വെള്ളത്തിന് ശിഫ ഉണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനമാണ്. മാത്രമല്ല ഇത് നഫീസ ബീവി റളിയല്ലാഹു അൻഹ ഉളു എടുത്തതിന്റെ ബാക്കിയാണ്. നമ്മളെപ്പോലൊരു സാധാരണക്കാരിയല്ല നഫീസ ബീവി റളിയല്ലാഹു അൻഹ. അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരു അംഗമാണ്. പരിശുദ്ധ ഖുർആൻ മുഴുവനും ഹാഫിളത്താണ്. വഫാത്തിന്റെ മുമ്പ് കിടക്കാനുള്ള ഖബറിൽ 30-ലധികം ഖുർആനിന്റെ ഖത്ം ഓതി തീർത്ത മഹദിയാണ് നഫീസ ബീവി റളിയല്ലാഹു അൻഹ. ആ നഫീസ ബീവി റളിയല്ലാഹു അൻഹയുടെ ശരീരത്തിൽ നിന്ന് ഉറ്റിയ വെള്ളം, ആ വെള്ളത്തിന്റെ ബറക്കത്തിനാൽ ഈ കുട്ടി ഇങ്ങനെ എഴുന്നേറ്റ് നടന്നത് കണ്ടപ്പോ ആ ഉപ്പയും ഉമ്മയും നഫീസ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്ത് വന്നുകൊണ്ട് ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് മഹദിയുടെ ഓരം ചേർന്നുകൊണ്ട് വിശുദ്ധ ഇസ്ലാം പഠിക്കുന്നു. അയൽവാസിക്ക് സേവനം ചെയ്ത്, സഹായം ചെയ്ത്, ഗുണം ചെയ്ത്, വേണ്ട മാത്രയിൽ അവരെ പരിരക്ഷിച്ചപ്പോ അവരെ ഖൽബിന് ഹിദായത്ത് ലഭിക്കാൻ ആ നല്ല ബന്ധം കാരണമായി. ഇങ്ങനെ മഹാന്മാര് മദ്യപാനികളെ നന്നാക്കിയതുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ശിർക്കിന്റെയും കുഫറിന്റെയും ആളുകളായി തീർന്ന ആളുകൾക്ക് വിശുദ്ധ ഇസ്ലാമിന്റെ സുന്ദരമായ സ്വഭാവം കാണിച്ചു കൊടുത്ത് ദീനിന്റെ സൗന്ദര്യം മനസ്സിലാക്കി മനസ്സിലുള്ള കറുപ്പ് മാറ്റിയിട്ട് സുന്ദരമായ ഇസ്ലാമിന്റെ നൂറ് സ്വീകരിച്ച് ദുനിയാവും ആഖിറവും രക്ഷപ്പെട്ടിട്ടുണ്ട്. അയൽവാസികൾ രണ്ട് തരത്തിൽ അയൽവാസികളെ എണ്ണി. അടുത്ത ബന്ധമുള്ള അയൽവാസികൾ അല്ലെങ്കിൽ അടുത്ത് പാർക്കുന്ന അയൽവാസികൾ. മഹാന്മാരോട് ചോദിച്ചു, എത്രയാണ് അതിന്റെ കണക്ക്? ഒരു വീടിന്റെ 4 വശത്തേക്കും 40 വീടുകൾ വെച്ച് കൂട്ടുമ്പോ അടുത്ത അയൽക്കാരാണ്. അപ്പൊ സഹോദരങ്ങളെ മൊത്തം 160 ഭവനങ്ങളായി. മുന്നോട്ട് 40, പിറകോട്ട് 40, വലത്തെ ഭാഗത്തേക്ക് 40, ഇടത്തെ ഭാഗത്തേക്ക് 40, 160. അതിന്റെ അപ്പുറം അകന്ന അയൽവാസികൾ. 2 അയൽവാസികളുണ്ട്. അയൽവാസികളോട് ചെറിയ പൊരുത്തക്കേട് പോലും ചെയ്യരുത്. നമ്മുടെ വേസ്റ്റ് തള്ളി നീക്കാനുള്ളതല്ല അയൽവാസിയുടെ വീടിന്റെ മുറ്റം. നമ്മൾ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ വേറെ നടത്തണം. നമ്മൾ അതിനു വേണ്ടിയുള്ള വഴികൾ വേറെ കണ്ടെത്തണം. അവനെ ബുദ്ധിമുട്ടാക്കരുത്. ചെറിയൊരു ബുദ്ധിമുട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തിട്ടില്ല. ഒരിക്കൽ യാത്ര പോകുമ്പോ തങ്ങൾ പറഞ്ഞു, ഏതെങ്കിലും ആളുകൾ സ്വന്തം അയൽക്കാരനെ ഇടങ്ങേറാക്കിയ ആൾ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ നമ്മളെ കൂടെ പോരണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഒരു സ്വഹാബി വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി ബുൽതു ഫീ ഹാഇതി ജാരി, എന്റെ അയൽവാസിയുടെ തോട്ടത്തിൽ ഞാൻ ഇന്ന് മൂത്രമൊഴിച്ചിട്ടുണ്ട്. ഒരാൾ മൂത്രമൊഴിച്ച അത്ര മണക്കാണ്ടാവും. ഒരാൾ മൂത്രമൊഴിച്ച തോട്ടത്തിലല്ലേ, ഒരു തോട്ടത്തിൽ ഒരാൾ മൂത്രമൊഴിച്ചാൽ ഇത് വെള്ളം ഒഴിച്ചിട്ടും കുറച്ച് കാറ്റിട്ടും കുറച്ച് പോലെ വാസന. തോട്ടത്തിലല്ലേ, വിശാലമായതല്ലേ തോട്ടത്തിൽ അങ്ങനെ മൂത്രമൊഴിച്ചു അയൽവാസിന്റെ തോട്ടത്തിൽ എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തസ്ഹബുനൽ യൗം, ഇന്ന് നിങ്ങൾ നമ്മളെ കൂടെ പോരണ്ടാന്ന് പറഞ്ഞു. നിങ്ങളെ കൂടെ കൊണ്ടാൻ പറ്റില്ല. കണ്ട, ഒരാള് ചെയ്തൊരു പണിയാണ്, ഒരാള് ചെയ്ത ചെറിയൊരു പണിയാണിത്. അതൊരു ശല്യമാകുമോ എന്നുള്ള നിലക്ക് പോയി ചോദിച്ചതാണ്. നിങ്ങൾ പറഞ്ഞു വരണ്ട, അവരെ ഇടങ്ങേറാക്കരുത്. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഇടങ്ങേറാക്കരുത്. സഹായങ്ങൾ ചെയ്യണം, സഹകരണങ്ങൾ വേണം, കാവലാകണം, ശുശ്രൂഷകൾ ചെയ്യണം. സ്വന്തം അയൽപക്കത്ത് രോഗിയായി കിടക്കുന്നവർക്ക് നമ്മൾ ശുശ്രൂഷകൾ ചെയ്യണം. അവർ ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും സഹായങ്ങൾ ചെയ്യണം, സംരക്ഷണങ്ങൾ കൊടുക്കണം. എന്തിനാണെന്നറിയോ? അയൽവാസി എന്ന അർത്ഥത്തിലുള്ളൊരു ബാധ്യതയുണ്ട് സഹോദരങ്ങളെ. ആ അയൽവാസി എന്ന അർത്ഥത്തിൽ അടുത്ത് താമസിക്കുന്ന
താമസിക്കുന്നത് ഒരു മുസ്ലിമായ കുടുംബക്കാരനാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാധ്യത പറഞ്ഞത് 3 എണ്ണമാണ്. ഒന്നല്ല 3 എണ്ണമാണ്. അയൽവാസി എന്നൊരു ബാധ്യത, മുസ്ലിം എന്നൊരു ബാധ്യത, കുടുംബം എന്നൊരു ബാധ്യത. 3 എണ്ണമുണ്ട് അവിടെ. 3 കടപ്പാടുകളുണ്ട്. അതേ സമയത്ത് ഒരു മുസ്ലിം അല്ല, അമുസ്ലിം സഹോദരനാണ്. എന്നാൽ 2 കടപ്പാടുണ്ട്. അയൽക്കാരൻ എന്നൊരു കടപ്പാടും അതുപോലെ തന്നെ നിന്റെ അയൽവക്കത്ത് താമസിക്കുന്ന ആള് എന്ന നിലക്ക് ഒരു കടപ്പാടും നിനക്കുണ്ട് അവനോട്. ആ അയൽവക്കത്ത് താമസിക്കുന്ന ആളോടുള്ള ബാധ്യത നീ നിറവേറ്റണം. നിന്റെ കുടുംബക്കാരനാണെങ്കിൽ കുടുംബം എന്ന നിലക്കുള്ള ഒരു കടപ്പാടും അവിടെ വന്നു. ഇരിക്കട്ടെ, ഇങ്ങനെ 2ഉം 3ഉം തരത്തിലുള്ള കടപ്പാടുകൾ വരുന്ന ആ ബാധ്യതകളും നിർവഹിക്കണം. ഇടങ്ങേറുകളും വിഷമങ്ങളും ഒക്കെ നമ്മൾ സഹിക്കണം, തരണം ചെയ്യണം പലതും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയൽവാസി ഇടങ്ങേറാക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ 1ഉം 2ഉം 3ഉം തവണ സഹാബത്തിനോട് ഉപദേശിച്ച ഉപദേശമാണ് ക്ഷമിച്ചേക്കണം, അത് നന്നായേക്കും, ക്ഷമിച്ചേക്കണം, നന്നായേക്കും, ക്ഷമിച്ചേക്കണം, നന്നായേക്കും. ഒറ്റയടിക്ക് പ്രതികരിക്കാൻ പറഞ്ഞു. 3 തവണയും കഴിഞ്ഞപ്പോഴാണ് തങ്ങൾ പറഞ്ഞു, ഇനി ഒരു കാര്യം ചെയ്തേക്ക്, 3 തവണ നിങ്ങൾ ക്ഷമിച്ചിട്ട് മാറ്റുന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ്തേക്ക്, നിങ്ങളെ വീട്ടിലുള്ള സാമഗ്രികളൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ച്, പുറത്തേക്ക് വെക്കാൻ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയണം, ഞാൻ പോകാണ്. എന്താ വീട് ഒഴിവാക്കി പോകാൻ കാരണം? ഒന്നുമില്ല, അയൽവാസിനെ കൊണ്ട് ഇവിടെ നിൽക്കാൻ ഒരു ചെറിയ പ്രയാസം വന്നിട്ട് പോകാണ്. അപ്പൊ ആ പോകുന്ന ആളുകളൊക്കെ അത്രയും മോശപ്പെട്ട അയൽവാസിയാ എന്ന നിലക്ക് ഒരു 2-3 ചോദ്യം ചോദിക്കുമ്പോ ചെറിയൊരു ഈമാനിന്റെ വിത്ത് കൽബിലുള്ള ആളാണെങ്കിൽ അയാൾ ഉണർന്ന് ചിന്തിക്കും, പടച്ചോനെ ഈ ചോദിക്കുന്ന ആൾക്കാർ മുഴുവനും എനിക്ക് വേണ്ടി അത്രയും മോശപ്പെട്ട ആളാണോ? നിങ്ങളെ ഇടങ്ങേറാക്കിയ അയൽവാസിയാണോ അയാൾക്ക് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ഇടങ്ങേറുകളും വിഷമങ്ങളൊക്കെ വരുമല്ലോ എന്ന നിലക്കൊരു വിഷയം കേട്ടിട്ട് അയാളൊന്നും മടങ്ങുകയാണെങ്കിൽ മടങ്ങട്ടെ. അങ്ങനെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതുപോലെ സാമഗ്രികളൊക്കെ പുറത്തു വെച്ചപ്പോ അയൽക്കാരൻ അയാളെ വീട്ടിലേക്ക് അങ്ങനെ വരുമ്പോ വേറൊരു കൂട്ടർ ഇങ്ങോട്ട് വന്നു. അല്ല, എങ്ങോട്ടാപ്പോ? കട്ടിലും അതുപോലെ തന്നെ വീട്ടുപകരണങ്ങളൊക്കെ പുറത്തേക്ക് വെച്ച് പോവുകയാണെന്ന്. ഇവിടെ താമസിക്കുന്നില്ലേ, എന്താ കുഴപ്പം? വീടിനെന്താ കുഴപ്പം? വീടിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അയൽക്കാരൻ ഇവിടെ നിൽക്കാൻ അയക്കണില്ല, ഇവിടെ സ്വസ്ഥമായി നിൽക്കാൻ അയക്കില്ല. അപ്പൊ അയൽവാസി അപ്പുറത്ത് കേൾക്കുന്നുണ്ട്, നിങ്ങളെ ഇടങ്ങേറാക്കണ അയൽവാസിനെ ശല്യം ചെയ്യുന്ന ആൾക്ക് അല്ലാഹു തആല നേർക്ക് നേരെ നന്മകൾ കൊടുക്കൂല. അയൽവാസിനെ ഇടങ്ങേറാക്കുന്ന ആൾ അള്ളാഹുവിന്റെ ലാനത്ത് കിട്ടിയ ആളല്ലേ, അവരെ നമ്മളും ലാനത്ത് ചെയ്യാണ് പോകുന്ന ആൾക്കാരൊക്കെ പറഞ്ഞപ്പോ അയാള് വേഗം വന്നിട്ട് പറഞ്ഞു, എന്റെ ഭാഗത്തുനിന്ന് ഒരു ശല്യം ഇനി ഉണ്ടാകൂല, നിങ്ങൾ ഈ കട്ടിലൊക്കെ ഒന്ന് പിടിച്ച് നമ്മുടെ വീട്ടിന്റെ ഉള്ളിലേക്ക് ഈ പോകുന്ന ആൾക്കാരെ ശാപം മുഴുവനും ഏറ്റിട്ട് ഞാൻ എവിടെ രക്ഷപ്പെടാനാണ്, ഞാൻ എവിടെ സലാമത്താകാനാണ്? അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് പോകരുത്, പോയാൽ എനിക്കുള്ള ഇടങ്ങേറ് തീരൂല. പോയി എന്നുള്ളതിന് കാരണം ഞാനായി മാറൂലേ? ചോദിക്കുന്നവരോടൊക്കെ എല്ലാവരും ക്ഷമിക്കുന്നത് എന്നെയായിരിക്കും. അള്ളാഹുവിന്റെ ശാപത്തിന് ഞാൻ എന്നും അർഹനായി തീരും. അതുകൊണ്ടത് വേണ്ട, നിങ്ങൾ എനിക്ക് മാപ്പാക്കണം. ഇനി എന്റെ ഭാഗത്തുനിന്ന് ബുദ്ധിമുട്ടും ശല്യമൊന്നും ഉണ്ടാകൂല എന്ന് പറഞ്ഞ് തിരിച്ച് ആ സാധനങ്ങളും സാമഗ്രികളൊക്കെ വീട്ടിലേക്ക് തന്നെ എടുപ്പിച്ചു. അയൽവാസിക്ക് ഗുണം ചെയ്യണം, സേവനം ചെയ്യണം. അത് ഈമാനിന്റെ ഒരു അടയാളമാണ്. വൽജാരിദിൽ ഖുർബാ വൽജാരിൽ ജുനുബി വസ്സാഹിബി ബിൽ ജംബി വബിനിസ് സബീൽ വസ്സാഹിബി ബിൽ ജംബി. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വിധത്തിൽ നമ്മളുമായി സഹവസിച്ചവൻ, ജോലിയിലോ യാത്രയിലോ ഹജ്ജ് വേളയിലോ വേറെ ഏതെങ്കിലും തരത്തിൽ നമ്മളുമായി നമ്മളെ വീട്ടിൽ തൊഴിലെടുത്ത ആളാണ്, നമ്മുടെ കടയിൽ സേവനം ചെയ്ത പണിക്കാരനാണ്, അല്ലെങ്കിൽ നമ്മളും അവരും ഒരുമിച്ചാണ് ഹോസ്പിറ്റലിൽ 2 മാസക്കാലം ഒരുമിച്ച് നിന്നത്, ആ രൂപത്തിലുള്ള ഏതെങ്കിലും ഒരു ബന്ധമില്ലേ? ഒപ്പം പഠിച്ചവരാണ്, ഒപ്പം ഒരേ സ്ഥലത്ത് താമസിച്ചവരാണ്, ആദ്യം ഇപ്പൊ അവിടുന്ന് താമസം മാറിയതാണ്. അങ്ങനൊക്കെ പല വിധത്തിലുള്ള ബന്ധം വരും. ആ ബന്ധക്കാർക്കും സേവനം ചെയ്യണം, ഗുണം ചെയ്യണം. യാത്രക്കാർക്കും ഗുണം ചെയ്യണം. അല്ലാഹു പഠിപ്പിക്കുന്നു, വമാ മലക്കത്ത് ഐമാനുക്കും, നിങ്ങൾ ഉടമപ്പെടുത്തിയിരിക്കുന്ന ഭാര്യ സന്താനങ്ങൾ, നിങ്ങളുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാര്, തൊഴിലാളികൾ, അവർക്കും നിങ്ങൾ സേവനം ചെയ്യണം, ഗുണം ചെയ്യണം. ഇവർക്കൊക്കെ ഉള്ള സേവനവും ഗുണവും മറക്കരുത്. അത് അള്ളാഹുവിനോടുള്ള ഇബാദത്തിന് ചേർത്തിട്ടാണ് അല്ലാഹു തആല പറഞ്ഞത്. ആ സേവനങ്ങളൊക്കെ പാലിച്ച് ജീവിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ മജ്‌ലിസ് അല്ലാഹു തആല ഖബൂലാക്കി തരട്ടെ.
ഞാൻ ചെറിയൊരു അർത്ഥത്തിൽ ആ ആയത്തൊന്ന് വിശദീകരിച്ച് ചെറിയ രൂപത്തിലൊന്ന് പറഞ്ഞതാണ്. വിശദമായി പറയാൻ നമ്മുടെ സമയം അനുവദിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ ചെറിയ രൂപത്തിലൊന്ന് ദുആർക്കാം. 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം സ്വല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദഹു അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, എല്ലാ വർഷവും ഈ പ്രദേശത്ത് നടത്തപ്പെടുന്നത് പോലെ ഈ വർഷത്തെ ഉറൂസിലാണ് ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരുടെ ഹഖ് ജാഹ് ബറകത്ത് കൊണ്ട് ഞങ്ങളുടെ ദുആ നീ ഖബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, സ്നേഹജനങ്ങൾ, ദുആ കൊണ്ട് അറിയിച്ചവർ, ദുആ ചെയ്യാൻ കടപ്പെട്ടവർ എല്ലാവരുടെയും ഹലാലായ ലക്ഷ്യങ്ങൾ നീ ഹാസിലാക്കി തരണേ അല്ലാഹ്. അവരിൽ നിന്നും ഞങ്ങളിൽ നിന്നും സംഭവിച്ച എല്ലാവിധ വൈകല്യങ്ങളും നീ അഫ്വാക്കി തരണേ അല്ലാഹ്. ചെറുതും വലുതുമായ പാപങ്ങളൊക്കെ ഞങ്ങൾക്കും അവർക്കും നീ മാപ്പാക്കണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, അതിനുള്ളൊരു സബബായി ഞങ്ങളെ ഈ മജ്ലിസും എല്ലാ മജ്ലിസുകളും നീ സ്വീകരിക്കണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ എന്തെല്ലാം ഹഖ്കടപാടുകൾ, ഹഖ്കുകൾ ഞങ്ങൾക്ക് നീ വെച്ചിട്ടുണ്ടോ ആ ഹഖ്കുകളൊക്കെ പൂർത്തീകരിച്ച് ജീവിക്കാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അതിനുള്ള എല്ലാവിധ ശേഷിയും തഖ്വയും നീ ഏറ്റി തരണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഇൽമു ഞങ്ങൾക്ക് കുറവാണ്, നാഫിയായ ഇൽമു ഏറ്റി തരണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ മദ്രസകളിൽ പഠിക്കുന്ന കുട്ടികൾ, അതുപോലെ തന്നെ ദർസിലുള്ള ഞങ്ങളുടെ ശിഷ്യന്മാർ, ഞങ്ങൾക്ക് ഇൽമു നുകർന്നു തരുന്ന ഞങ്ങളുടെ ഉസ്താദുമാര്, ഇവിടെയുള്ള കാരണവന്മാർ, നേതാക്കൾ, ഈ പരിപാടിയിൽ സംബന്ധിച്ച സഹോദരങ്ങൾ, സഹോദരിമാർ, ഞങ്ങളെ ശ്രവിക്കുന്നവർ, ഓൺലൈനും മറ്റുമൊക്കെയായി വാദ ശ്രവിക്കുന്നവർ എല്ലാവർക്കും നാഫിയായ ഇൽമു നൽകണേ അല്ലാഹ്. ഇൽമിൽ വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അമലായി പറയാൻ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, നിന്റെ അടുക്കൽ മഖ്ബൂലായ നല്ല അമലുകൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഈ പ്രദേശത്ത് ഈ മഹല്ല് ജമാഅത്തിന് കീഴിൽ നിർമ്മിക്കുന്ന സംവിധാനങ്ങളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അവരുദ്ദേശിക്കുന്ന ഖൈറായ രൂപത്തിലുള്ള വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താനുള്ള നല്ല വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലാഹ്. അതിന് സബബായി കഴിഞ്ഞ ദിവസങ്ങളിലും വാഗ്ദത്തങ്ങൾ നൽകിയവരുണ്ട്, കഴിഞ്ഞ വർഷവും വാഗ്ദാനങ്ങൾ ചെയ്തവരുണ്ട്, പലരും സംഭാവനകൾ ഏൽപ്പിച്ചവരുണ്ട്. എല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനെ. ഈ സദസ്സിലും 10,000-ഉം അതുപോലെ തന്നെ വേറെ ഒരു സഹോദരി 10,000, 2 സഹോദരങ്ങൾ 10,000-ഉം അതുപോലെ തന്നെ ലണ്ടനിൽ നിന്ന് വിളിച്ച് ശംസുദ്ദീൻ എന്ന സഹോദരൻ വാഗ്ദത്തം ചെയ്തതും ഒക്കെ നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. നേരത്തെ ഇവിടെ എഴുതി വായിച്ച ലിസ്റ്റിൽ 1000-ഉം 2,000-ഉം മറ്റു പല കണക്കുകളും വായിച്ചു. എല്ലാ സ്വദഖകളും നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. ആ സ്വദഖകളൊക്കെ, ആ വഅദുകളൊക്കെ അവരവരിൽ നിന്ന് മൺമറഞ്ഞു പോയ ഉപ്പമാര്, ഉമ്മമാര്, കുടുംബക്കാരുടെ ഹദ്റത്തിലേക്ക് നല്ല അമലാക്കി നീ എത്തിക്കണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ആഖിറത്തിലേക്ക് ഫലം ചോരാത്ത നല്ല കർമ്മങ്ങളാക്കി നീ സ്വീകരിക്കണേ റഹ്മാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ്, കഴിഞ്ഞ ദിവസത്തെ പരിപാടികളിലൊക്കെ ഈ മഹല്ല് ജമാഅത്തിന്റെ ശാക്തീകരണത്തിനും മറ്റു സംവിധാനങ്ങൾക്കും ആവശ്യമായ പല വിഷയങ്ങളും വാഗ്ദത്തം ചെയ്തവരുണ്ട്. റബ്ബേ, അതെല്ലാം നല്ല അമലുകളാക്കി നീ സ്വീകരിക്കണേ റഹ്മാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഇവിടെ ഈ മഹല്ല് സംവിധാനം കൊണ്ട് നടക്കുന്നവർ, അവർക്ക് നീ ഖൈറും ബറക്കത്തും ഏറ്റി കൊടുക്കണേ അല്ലാഹ്. ഈ പരിപാടിക്ക് ഉറൂസ് മുബാറക്കിന് നേതൃത്വം നൽകുന്ന ഇതിന്റെ കാരണവന്മാര്, നേതാക്കൾ, അംഗങ്ങൾ, ഉസ്താദുമാര്, അതുപോലെ എല്ലാവർക്കും നീ ഖൈർ നൽകണേ റഹ്മാനെ. സംബന്ധിച്ച മുഴുവൻ ആളുകളുടെയും ഹലാലായ ഖൈറായ ലക്ഷ്യങ്ങൾ മുഴുവനും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളിലും ഞങ്ങളോട് ദുആ കൊണ്ട് അറിയിച്ചവരിലും
വ്യത്യസ്ത രീതിയിൽ രോഗബാധിതരുണ്ട്. അവർക്കൊക്കെ നീ ശിഫാ നൽകണേ അല്ലാ. സ്വദേശത്തും വിദേശത്തും കഴിയുന്നവരുണ്ട്, അവർക്കൊക്കെ നീ ശിഫാ നൽകണേ അല്ലാ. റബ്ബേ, ഒരു മോതിരം തന്നവർ, അതുപോലെ തന്നെ ഒരു അലിക്കത്ത് സംഭാവന ചെയ്തവരുണ്ട്, അവർക്കൊക്കെ നീ ബറക്കത്ത് ഏറ്റി കൊടുക്കണേ അല്ലാ. ഖൈറായ എല്ലാ മഖ്സൂദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. പാരത്രിക ലോകത്ത് നല്ല അമലായി ഈ സ്വതക്കകൾ മുഴുവനും നീ കാണിച്ചു കൊടുക്കണേ റഹ്മാനെ. അർഹമുർ റഹീമീനായ അല്ലാ, ഈ സ്വതക്കകളും അതുപോലെ ഈ പരിപാടിയിൽ സംബന്ധിച്ചതും ദുആ ചെയ്യുന്നതും സുഹൃതങ്ങൾ ചെയ്യുന്നതുമൊക്കെ നിന്റെ അടുക്കൽ ഞങ്ങൾക്ക് സന്തോഷിക്കാൻ വകുപ്പാകുന്ന അമലുകളാക്കി നീ കബൂലാക്കണേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ, മുഴുവൻ ആഫാത്ത് ആഹാത്ത് ഫിതൻ മുസീബാത്തുകളിൽ നിന്ന് കാത്തു രക്ഷിക്കണേ അല്ലാ. മരിക്കുന്നതിന്റെ മുമ്പ് നല്ല ആഫിയത്തുള്ള കാലം തന്നെ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറകൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. മർളിയായ നിനക്ക് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദ്റത്തിലെത്താനും മദി വരുവോളം സിയാറത്തിനും തൗഫീഖ് നൽകണേ അല്ലാ. മരണമാകുന്നതിന്റെ മുമ്പ് എല്ലാവിധ ഹഖുകളിൽ നിന്നും മുക്തി നൽകണേ റഹ്മാനെ. ഒരാളോടും ഒരു ഹഖും ബാക്കിയാക്കി ഞങ്ങളാരെയും നീ മൗത്താക്കല്ലേ അല്ലാ. കടബാധ്യതയുള്ള ആളുകൾ, ജോലി ശരിയാകാത്തവർ, എല്ലാവർക്കും നീ എളുപ്പം നൽകണേ റഹ്മാനെ. ശാരീരികമായി വൈകല്യങ്ങൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വ്യത്യസ്ത ആളുകളുണ്ട്, ഈ സദസ്സിലുള്ളവരുണ്ട്, നേരത്തെ ദുആ കൊണ്ടറിയിച്ചവരുണ്ട്, എല്ലാവർക്കും നീ സിഹ്ഹത്ത് നൽകണേ അല്ലാ. കാമിലായ നല്ല ആഫിയത്ത് നീ പ്രദാനം ചെയ്യണേ അല്ലാ. സംസാരത്തിന് കുറവുണ്ട് എന്ന് പറഞ്ഞ നേരത്തെ ദുആ കൊണ്ടറിയിച്ച ആ ചെറുപ്പക്കാരൻ, ആ നഹിയാൻ എന്ന് പറയുന്ന കുട്ടിക്ക് പൂർണ്ണ സംസാരശേഷി നൽകണേ അല്ലാ. നല്ല ഖുവത്തും ആഫിയത്തും സിഹ്ഹത്തും സലാമത്തും നൽകണേ റഹ്മാനെ. അർഹമുർ റഹീമീനായ അല്ലാ, കഴിഞ്ഞ വർഷം ഓസ്ട്രേലിയയിൽ നിന്നും മരിച്ച നുസ്രത്തിന് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ കുടുംബാംഗങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മരണപ്പെട്ടു പോയ സഹോദരങ്ങളുണ്ട്, പ്രത്യേകം ദുആ ചെയ്യാൻ കടപ്പെട്ടവരുണ്ട്, എല്ലാവർക്കും നീ മഗ്ഫിറത്ത് മർഹമത്ത് വിശാലമാക്കി കൊടുക്കണേ അല്ലാ. മരണം ഖൈറാകുന്ന സമയത്ത് നല്ലതുമായി ബന്ധപ്പെടുന്നതിനിടക്ക് ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖൈറായ നിലക്ക് ഞങ്ങളെ നേതാവ്, ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മന്ദസ്മിതമായ സുന്ദര പൂമുഖം ഒരു നോക്ക് കണ്ടു പിരിയാൻ തൗഫീഖ് നൽകണേ അല്ലാ. ആ രംഗത്ത് ഞങ്ങളാരെയും നീ ഖായിബാക്കല്ലേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ, ഞങ്ങളെ ഈ മഹല്ല് ജമാഅത്തിന്റെ സംവിധാനങ്ങളിലേക്ക് സഹകരിക്കുന്ന, സഹായിക്കുന്ന വിവിധ സ്ഥലങ്ങളിലുള്ള പ്രവാസികൾ, അല്ലാഹുവേ, നാട്ടിലെത്തിയവരുണ്ട്, വിദേശത്തുള്ളവരുണ്ട്, എല്ലാവർക്കും നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഹിമ്മത്തും ഇസ്സത്തും സിഹത്തും സലാമത്തും ഏറ്റി കൊടുക്കണേ അല്ലാ. കൂടുതൽ കരുത്തോടെ പ്രവർത്തിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഏറ്റി കൊടുക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. وصلى الله تعالى وسلم على خير خلقه سيدنا وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. لا أريد أن أقول لكم السلام عليكم ورحمة الله.